ആമേൻ. ഹല്ലേലൂയ. ഹെബ്രായ ലേഖനം 12-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം ഒന്ന് വായിക്കും. എബ്രായർ 12:2. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. തന്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലത്ത് ഭാഗത്തിരിക്കുകയും ചെയ്തു. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശു. നമ്മൾ യേശുവിനെ കുറിച്ച് പറഞ്ഞാൽ എല്ലാവരും വിശ്വാസത്തിന്റെ തുടക്കക്കാരാണ്, പക്ഷെ പൂർത്തീകരിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും വലിയ സംശയം. യേശു കർത്താവിനെ കുറിച്ച് പറയുമ്പം തുടങ്ങുക മാത്രമല്ല, അത് പൂർത്തീകരിച്ച ദൈവമാണ്. ഹാലേലൂയ. അപ്പൊ നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ തുടക്കം മാത്രം പോരാ. അപ്പൊ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ പോലെ നല്ല പോർ പൊരു ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു നീ ജീവന്റെ കിരീടം പ്രാപിക്കണം എന്ന് പറഞ്ഞ നമ്മൾ ആ മിഹാൽ നിൽക്കുന്ന ഈ ഓട്ടക്കളത്ത് നിൽക്കുമ്പോൾ, ഈ പോർക്കളത്ത് നിൽക്കുമ്പം നല്ല പോർ പൊരുതണം എന്ന് പറയുന്ന കണക്ക് തന്നെ എന്തിനാ ആ വിശ്വാസം കാത്ത് ഓട്ടം തികയ്ക്കണം. അപ്പൊ ഇവിടെ പറഞ്ഞ വിശ്വാസത്തിന് നായകനാണ്. ആ നായകനാണ് നമ്മൾ നോക്കേണ്ടത്, നമ്മൾ ഫോളോ ചെയ്യേണ്ടെങ്കിൽ നമ്മുടെ വിശ്വാസ ജീവിതം മങ്ങി മങ്ങിയല്ല വേണ്ടതെന്ന് വർദ്ധിച്ച് വർദ്ധിച്ച് വരണം. നമ്മൾ കാണുന്നത് ഹാലല വിശ്വാസ ജീവിതത്തിൽ പലരും ഹാലലിയ വിശ്വാസത്തിൽ വരുമ്പോൾ നല്ല വിശ്വാസമാണ്, പക്ഷെ കുറച്ചും കുറഞ്ഞു കുറഞ്ഞു വരുന്ന പോലെ കാണുന്നത്. അതിന് കാരണം എന്താന്ന് ചോദിച്ചാൽ ഒരൊറ്റ ഒരു കാരണമേ ഉള്ളതിന് ഹാലേ നമ്മുടെ വിശ്വാസമായിട്ട് മാറുന്നു. മനുഷ്യന്റെ വിശ്വാസം നാച്ചുറൽ ഫെയ്ത്ത് ഉണ്ട്, ഹോളി ഫെയ്ത്ത് ഉണ്ട്, അൺഹോളി ഫെയ്ത്ത് ഉണ്ട്. നമ്മൾ പറയണം അല്ലെ? മനുഷ്യന്റെ വിശ്വാസം നാച്ചുറൽ ഫെയ്ത്ത്, എല്ലാ മനുഷ്യർക്കും വിശ്വാസമുണ്ട്. രാത്രി കിടക്കുമ്പോൾ നമ്മൾ എല്ലാവരും അലാം വെച്ചിട്ട് കിടക്കുന്ന വെച്ചാൽ നാളെ നേരം വിളക്കുമ്പോൾ നമ്മൾ ഉണ്ടാവും എന്നുള്ള വിശ്വാസമാണ് അല്ലേ? ഒരിടത്ത് പോകുമ്പോൾ റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്തേക്ക് ഇറങ്ങണ വിശ്വാസം വേണം. ഹാലേലിയ. ഒന്നുമില്ലെങ്കിൽ സ്റ്റെപ്പ് കയറണമെങ്കിൽ മുകളിലോട്ട് പോകുമ്പോൾ താഴോട്ട് ഇറങ്ങുമ്പോഴും വിശ്വാസം വേണം. ഹാലെ നമ്മൾ തുടങ്ങിയ താഴെ എത്തുമെന്ന്, അല്ലെങ്കിൽ തുടങ്ങിയ മുകളിൽ എത്തുമെന്ന് വിശ്വാസം. ഇതൊക്കെ ഒരു മനുഷ്യന് സാധാരണയുണ്ട്. കാരണം പഠിക്കുന്നത് വിശ്വാസത്തെ, അല്ലാണ്ട് ജോലി കിട്ടുന്നത് ഇന്ന് ഞാൻ പഠിക്കുന്ന പിള്ളേർ കഷ്ടപ്പെട്ട് പഠിച്ചു കഴിഞ്ഞാൽ നല്ല ജോലി കിട്ടുമെന്ന് വിശ്വാസമുണ്ട്. ഇതൊക്കെ ഒരു മനുഷ്യന്റെ ഫെയ്ത്താണ്, നാച്ചുറൽ ഫെയ്ത്താണ്. പക്ഷെ നമ്മൾ വിശ്വാസത്തിലേക്ക് വരും, നമ്മുടെ നാച്ചുറൽ ഫെയ്ത്ത് മാറി പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞേക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയാ യൂദായുടെ ലേഖനത്തിൽ പറയാം അതിവിശുദ്ധ വിശ്വാസം അല്ലെ വിശുദ്ധ ഹോളി ഫെയ്ത്തിലേക്ക് മാറണം. ഹല്ലേലൂയ. അപ്പൊ ഇതിലേക്ക് മാറുന്നില്ലെങ്കിൽ പലപ്പോഴും ഹോളി ഫെയ്ത്തിലേക്കൊക്കെ വരും എന്ന് പറഞ്ഞ് വന്നിട്ട് അത് അൺഹോളി ഫെയ്ത്തിലേക്ക് പോകുന്ന കണക്ക് ഹല്ലേലൂയ മാറിപ്പോകുന്നു. പക്ഷെ ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വിശ്വാസമായിട്ട് തന്നെ ഇരിക്കുന്നു. അപ്പൊ അതിന് ഹല്ലേലൂയ അതിന് വർധന വരുന്നില്ല. എങ്ങനെയാ വിശ്വാസം വർദ്ധിക്കുന്നത്? എങ്ങനെയാ വിശ്വാസം വരുന്നത്? എങ്ങനെയാ? വിശ്വാസം കേൾവിയാലും, കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും ദൈവത്തിന്റെ വചനത്താലും വരുന്നു നമ്മൾ പഠിക്കുന്നല്ലേ? ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, അത് കേൾവിയായി മാറുമ്പോഴാണ് നമ്മളുടെ വിളിക്കുന്ന വിശ്വാസം അത്ര ഉള്ളിലേക്ക് കയറാത്തത്. അത് കേൾവിയായി മാത്രമാകരുത്, നമ്മൾ പ്രാപിക്കുന്നതായി മാറും. വചനം എപ്പോഴും നമ്മൾ മറ്റുള്ളവരുടെ പ്രസംഗങ്ങൾ കേട്ട് വിശ്വസിക്കുകയിരിക്കുന്നതുകൊണ്ട് ഈ വിശ്വാസം എന്താ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാല് വർദ്ധിക്കാതിരിക്കുന്നത്. അസന്ത് വചനം നമ്മൾക്ക് തന്നെ ദൈവം വെളിപ്പെടുത്തി തന്ന വെളിപ്പാടായി വരുവാണെങ്കിൽ അത് ഭയങ്കര വിശ്വാസമായിരിക്കും. ഇപ്പൊ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഒരാളോട് പ്രാർത്ഥിക്കുന്ന സമയത്ത് പറയുന്നു, സിസ്റ്ററെ അല്ലെങ്കിൽ ബ്രദറെ ദൈവം നിങ്ങൾക്ക് ഇത് ചെയ്യും, അല്ലെങ്കിൽ ഇന്ന ദൈവം കാണിക്കും, ഇതൊക്കെ പറയും. പക്ഷെ അവരുടെ മനസ്സിനെ ഹാലിൽ അതിനകത്ത് വലുതായിട്ട് ടച്ച് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇത് പറയുന്നത് പലപ്പോഴും ഇന്ന് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ദൈവവുമായിട്ടൊരു യഥാർത്ഥമായിട്ടുള്ള ഒരു വ്യക്തിപരമായ ബന്ധം സൂക്ഷിക്കാത്തതുകൊണ്ടാണ് നമ്മുടെ വിശ്വാസം എപ്പോഴും ആടി മറ്റുള്ളവർ പറയുന്ന അനുസരിച്ചാണ് നമ്മുടെ വിശ്വാസം മാറിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മൾ വ്യക്തിപരമായ ദൈവവുമായിട്ട് ഇരുന്നിട്ട് ദൈവത്തിൽ നിന്നാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഈ ഭാഗം തന്നെയാണ് ടച്ച് ചെയ്ത് പോയതാണ്. നമ്മൾ ദൈവത്തിൽ നിന്ന് ഡയറക്റ്റാണ് നമ്മൾ കേൾക്കുന്നതെങ്കിൽ, ഡയറക്റ്റാണ് പ്രാപിക്കുന്നത്, നമ്മുടെ ഹൃദയത്തിൽ ഭയങ്കര ഉറപ്പാണ്. കാരണം അത് മാറിപ്പോകത്തില്ല. അപ്പം അപ്പൊ ഇവിടെ വചനം നമുക്ക് വെളിപ്പാടായി ഓപ്പണായി കിട്ടുമ്പോഴാണ് ആ വചനം നമുക്ക് ജീവിതത്തിൽ അത് വിശ്വാസമായി വരുന്നത്. ഹാലേലൂയ. 1 തിമോഥെയോസിന്റെ ലേഖനം 3-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം എന്ന് വായിച്ചേ. 1 തിമോഥെയോസ്. ഇന്ന് കുറെ വാക്യങ്ങൾ വായിക്കാനുണ്ട് കേട്ടോ. 1 തിമോഥെയോസ് 3:9. അവർ വിശ്വാസത്തിന്റെ മർമ്മം
ശുദ്ധ മനസാക്ഷിയിൽ വെച്ചുകൊള്ളുന്നവർ ആയിരിക്കണം. ആമേ. ഇവിടെ പറയുന്ന അവർ വിശ്വാസത്തിന്റെ മർമ്മം ശുദ്ധ മനസാക്ഷി വെച്ചുകൊള്ളുന്നവരായിരിക്കണം. ഹല്ലേലൂയ. ആമേ. എന്താ ശുദ്ധ മനസാക്ഷി? ഹല്ലേലൂയ. അപ്പൊ ശുദ്ധ മനസാക്ഷിയിൽ വെച്ചുകൊള്ളുന്നവരായിരിക്കണം. ആമേ. എന്നിട്ട് അതിന് പറയുന്ന പിന്നെ 10 വക ആദ്യം അവരെ ആദ്യം പരീക്ഷിക്കണം, അനിന്ദിരായി കണ്ട് അവർ ശുശ്രൂഷ ഏൽക്കട്ടെ എന്ന് പറയാം. അപ്പൊ എന്താ പറയാ, മൂപ്പന്മാരെ അല്ലെങ്കിൽ അധ്യക്ഷന്മാരെ കുറിച്ചൊക്കെ പറയാം. അവര് ശുദ്ധ മനസാക്ഷി, വിശ്വാസം. അപ്പൊ ഇല്ലാത്ത ആൾക്കാരെ ഇത് ഏൽപ്പിക്കാൻ കൊള്ളത്തില്ല. കാരണം വെച്ച് കഴിഞ്ഞാല് അല്ലാത്ത ആൾക്കാരെ നടത്തി കഴിഞ്ഞാൽ, കൊണ്ടുപോയി കഴിഞ്ഞാൽ അവർക്ക് അതില്ലെങ്കിൽ മറ്റുള്ളവർ കൂടെ നിൽക്കുന്നവർക്ക് ഉണ്ടാകത്തില്ല. അടുത്ത 1 പത്രോസ് ഇന്നലെ നമ്മൾ വായിച്ച വാക്യം, ഇന്നലെ നമ്മൾ ചിന്തിച്ച വാക്യം 1 പത്രോസിന്റെ ലേഖനം 1:23 വായിക്കാം. 1 പത്രോസ് ഇന്നലെ 1:23. വായിച്ചത് നമ്മൾ. കെടുന്ന ബീജത്താലല്ല, കിടാത്തതിനാൽ ഉം. ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. കെടുന്ന വചനത്താലല്ല, കെടാത്തതും നിലനിൽക്കുന്നതുമായ ദൈവത്തിന്റെ വചനത്താലാണ് നമ്മൾ വീണ്ടും ജനിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ലൈഫിൽ വചനത്തിന് ഹല്ലേലൂയ എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് ഇന്നലെ നമ്മൾ ഈ വാക്യത്തിൽ നിന്ന് നമ്മൾ ഹല്ലേലൂയ നമ്മൾ വായിക്കണ്ടായി. ആമേൻ. നമ്മൾ ഹല്ലേലൂയ എന്താ വെച്ചാൽ ഈ വചനം ആണ് നമ്മുടെ ജീവിതത്തിൽ ക്രിയ ചെയ്യേണ്ടുന്നത്. ഈ വചനത്താലാണ് നമ്മൾ നിലനിൽക്കേണ്ടത്. ഈ വചനത്താലാണ് നമ്മളുടെ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകേണ്ടത്. അതുകൊണ്ടാണ് പറയുന്നത് വചനത്തിന് ഇത്രത്തോളം ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇത്രത്തോളം ഇമ്പോർട്ടൻസ്. എന്താ വെച്ചാൽ നമ്മൾ നേരത്തെ പറയുന്ന നമ്മൾ പറഞ്ഞാൽ കേൾവി വിശ്വാസം കേൾവിയാലും, കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വന്നു. അപ്പൊ നമ്മൾ കേൾക്കണം, അത് വിശ്വസിക്കണം. ഈ വചനത്താലാണ് നമ്മൾ അങ്ങനെ കേട്ട് വിശ്വസിച്ച് ഈ വചനത്താൽ നമ്മൾ വീണ്ടും ജനിച്ചതെങ്കിൽ ഈ വചനത്തിന് പ്രയോറിറ്റൈസ് കൊടുത്ത് നമ്മൾ ഈ വചനത്താൽ നിലനിന്ന് മുൻപോട്ട് പോയാൽ മാത്രമേ നമ്മുടെ ഇന്ന് എന്തുകൊണ്ടാണ് വിശ്വാസ ജീവിതത്തിൽ എല്ലാവരും ആടി ഉലഞ്ഞു പോകുന്നതിന്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ അവർ ഉള്ളിലേക്ക് യഥാർത്ഥമായിട്ട് ഇന്ന് എന്തൊക്കെയോ കേൾക്കുന്നു, യഥാർത്ഥമായിട്ട് ശരിക്കും വചനം അവർ കേൾക്കുന്നില്ല എന്നുള്ളതാണ്. ഇന്ന് വചനത്തിൽ വലിയ ഇമ്പോർട്ടൻസ് കുറഞ്ഞു വരും. പക്ഷെ വചനമില്ലാതെ ഒരാൾക്കും വിശ്വാസത്തിൽ വർദ്ധിക്കാൻ പറ്റത്തില്ല. നമ്മളിന്ന് പലപ്പോഴും സഭകളിലൊക്കെ ചെല്ലുന്ന സമയത്ത് മിക്ക സഭയിലും നമ്മൾ കാണുന്ന കാര്യമാണ്, എന്തൊക്കെയോ പറഞ്ഞ സമയങ്ങളെ എന്തൊക്കെയൊക്കെയോ കാര്യങ്ങൾ കൊടുത്ത് ഹല്ലേലൂയ അവിടെ ബാക്കിയുള്ളവരെല്ലാം സമയമുണ്ട്. പക്ഷേ വചനത്തിന് അറിയാമെന്ന് എനിക്ക് പറഞ്ഞു. ഞാൻ ഇങ്ങനെ ഇവിടെ ഒരു AG ചർച്ചിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്തുള്ള കാര്യം ഞാൻ പറഞ്ഞു. അവിടെ ആമേ ഹല്ലേലൂയ എന്ന് വെച്ചാൽ വർഷിപ്പിന് സമയമുണ്ട്, ബാക്കി അനൗൺസ്മെന്റിന് സമയമുണ്ട്. അത് കഴിഞ്ഞിട്ടൊരു സാക്ഷ്യം പറഞ്ഞു ഇരിക്കുന്ന മനുഷ്യരെ മൊത്തം എഴുന്നേപ്പിച്ച് മൂക്കടപ്പ് മാറി, തലവേദന മാറി, പനി മാറി എന്നുള്ള പറയിപ്പിച്ച് എന്ന് വെച്ചാൽ ആ സമയം എന്നിട്ട് പിന്നെ അതിനൊരു എക്സ്പ്ലനേഷൻ, അത് കഴിഞ്ഞ് അതിന് വേണ്ടിയിട്ടൊരു പ്രാർത്ഥന, പിന്നെ കുറെ പ്രാർത്ഥന റിക്വസ്റ്റ്, ഇതെല്ലാം കഴിയുമ്പോൾ വചനത്തിന് സമയത്ത് വെച്ചാൽ 5 മിനിറ്റ് 10 മിനിറ്റ് 15 മിനിറ്റ് മാക്സിമം. ഹല്ലേലൂയ. 2.5 മണിക്കൂർ 3 മണിക്കൂർ ഒരു പ്രാർത്ഥന കിടക്കുന്ന സമയത്ത് ഞാൻ വചനത്തിന് ഒരു ഇമ്പോർട്ടൻസും ഇല്ല. അതുപോലെ തന്നെ മറ്റു ചിലയിടത്ത് ചെന്ന് നമുക്കറിയാം വചനത്തിന് പറയും എന്തൊക്കെയോ വായിത്തൊന്ന് വിളിച്ചു പറയണം. ആ പറയുന്ന കാര്യങ്ങളിൽ ഒരു 90% അടുത്ത് ഈ ലോകത്തെ കുറിച്ച് അവർ പറയുന്നത്. ഹല്ലേലൂയ. ആരെയും കുറ്റം പറയുകയല്ല ഞാൻ പറയുന്നത്. പക്ഷെ നമ്മൾ എന്ത് കേൾക്കുന്നു എന്ന് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മളുടെ എന്ത് വചനമാണ് നമ്മളുടെ നമ്മളുടെ വിശ്വാസം നമ്മൾ ഉണ്ടാക്കാനായിട്ടുള്ളത് വചനമാണെങ്കിൽ, ആ വിശ്വാസം നമ്മൾ ഉണ്ടായത് വചനത്താലാണെങ്കിൽ, ഈ വിശ്വാസം നമ്മൾ വർദ്ധിക്കണമെങ്കിലും നമ്മൾ വിശ്വാസം നിലനിൽക്കണമെങ്കിലും വചനം തന്നെ വേണം. ആമേൻ. അതുകൊണ്ട് പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞിട്ടുണ്ട്, 1 പത്രോസിന്റെ ലേഖനം 1:21 നമ്മൾ വായിച്ചു. 1 പത്രോസിന്റെ ലേഖനം തന്നെ 2:2 വായിച്ചേ. ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനം എന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പീൻ. ആമേൻ. ഹല്ലേലൂയ. എന്താണ് പറയാ? നമ്മൾ വളരണമെങ്കിൽ വചനം എന്ന മായമില്ലാത്ത പാൽ കുടിക്കണമെന്ന്. അടുത്തത് പറയുന്ന അതിന് വാഞ്ചിക്കണം. നമുക്ക് വചനത്തിനോട് ഒരു വിരക്തി ഉണ്ടോ? ഒരു വിശപ്പില്ലായ്മ ഉണ്ടോ? ഒരു ദാഹമില്ലായ്മയുണ്ടോ? ഉണ്ടെങ്കിൽ ഒരു കാര്യത്തെ നിങ്ങൾക്ക് ഉറപ്പിച്ചോ, നിങ്ങളുടെ ഉള്ളിൽ എന്തോ പാവോ എന്തോ ദൈവഹിതമല്ലാത്ത സ്വഭാവങ്ങളോ ഉണ്ട്. ദൈവത്തിന് വിരോധമായി നിൽക്കുന്നതോ ഒന്ന് ജഡത്തിലുണ്ട്. ചില ആൾക്കാരുണ്ട് വചനം കേട്ട അപ്പോ ഉറങ്ങും. നല്ല വചനം കേട്ട അവർ ഉറങ്ങിപ്പോവും. എന്താ കാര്യം? ഹല്ലേലൂയ. അവർക്ക് വചനത്തോട് സ്നേഹമില്ല. വചനത്തിനെ സ്നേഹിക്കാൻ കഴിയാത്തവന് ദൈവത്തെ സ്നേഹിക്കാൻ കഴിയത്തില്ല. കാരണം ദൈവമാണ് വചനം.
യോഹന്നാന്റെ സുവിശേഷം അങ്ങനെയല്ലേ പറയുന്നത്? ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അപ്പൊ വചനത്തെ സ്നേഹിക്കാൻ നമുക്ക് കഴിയുന്നില്ല എങ്കിൽ നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നില്ല. ഒരു സംശയമില്ല കാര്യത്തില്. ഹല്ലേലൂയ. നമ്മുടെ ഈ പ്രാർത്ഥനയ്ക്കകത്ത് നമ്മള് എന്താ പറയാ, ഈ വെളുപ്പാങ്കാലത്ത് കയറിയിരിക്കുന്ന സമയം നമ്മൾ വചനം പറയുന്നുണ്ട്. ആമേൻ. നല്ലതോടെ സമയത്ത് വചനം പറയുന്നത് എല്ലാ ദിവസവും. ഹല്ലേലൂയ. വചനം വെറുതെ അങ്ങ് വരത്തില്ല. നമ്മൾ അതിനനുസരിച്ച് ഇത് പ്രാർത്ഥിക്കും. ആമേൻ. ഹല്ലേലൂയ. വചനം വായിക്കുകയൊക്കെ ചെയ്താലേ വചനം പറയാൻ പറ്റത്തുള്ളൂ എന്നത്. അപ്പൊ ഇതിനു വേണ്ടി സമയം കണ്ടെത്തി നമ്മളിത് ചെയ്യുന്നതിന്റെ കാര്യം, വചനമില്ലാത്ത പ്രാർത്ഥനകളെല്ലാം ഒരു പൂർണ്ണത ഉണ്ടാകത്തില്ല. പണ്ട് നമ്മുടെ വിജയേന്ദ്ര പാസ്റ്റർ എപ്പോഴും പറയും, ആമേൻ ഹല്ലേലൂയ, ചർച്ച വന്ന് നിൽക്കുമ്പോൾ ആൾക്കാരെ കൊണ്ട് കൈയടിക്കുക, തുള്ളു, ചാട് എന്ന് പറഞ്ഞിട്ട് ഇട്ട് ആരാധിപ്പിക്കുന്ന കാണാം, കീബോർഡും തല്ലിപ്പൊളിച്ച്. അതിനെക്കാട്ടും നല്ലത് ആമേൻ ഹല്ലേലൂയ, നിങ്ങളൊരു വചനം മെഡിറ്റേറ്റ് ചെയ്തിട്ട് ആ വചനത്തിന്റെ റെവലേഷൻ വന്നു കഴിഞ്ഞ് നിങ്ങളൊന്ന് ഹല്ലേലൂയ ആരാധിച്ചു കഴിഞ്ഞ് നിങ്ങളുടെ ജീവിതത്തിൽ ഭയങ്കര വിടുതലാകും. അതിനിപ്പോ അതിനെക്കാട്ട് മുമ്പ് 2 മണിക്കൂർ 1 മണിക്കൂർ ഹല്ലേലൂയ നമ്മൾ കടന്ന് തലകുത്തി മറിഞ്ഞ് ആരാധിച്ചതുകൊണ്ടും അതുപോലെ പ്രയോജനം ഉണ്ടാകത്തില്ല. കാരണം വചനത്തിന്റെ ജീവൻ വന്നാൽ മാത്രമേ മാത്രം മനുഷ്യരുടെ വെളിച്ചമാകത്തുള്ളൂ. മനുഷ്യനെ വിടുവിക്കാൻ പറ്റും. മനുഷ്യന്റെ മേലേക്ക് നമ്മുടെ ജീവിതത്തിൽ ഇരിക്കുന്ന ഇരുട്ടിനെ മാറ്റാൻ പറ്റും. അതുകൊണ്ട് വചനം തന്നെ ഇമ്പോർട്ടൻസ്. അതുകൊണ്ട് വചനം കേട്ടിട്ട് ആരാധിച്ച അതിന് ഇരട്ടി ഫലമാണ്. അതുകൊണ്ട് നമ്മൾ ഈ വചനം പറഞ്ഞിട്ട് നമ്മൾ പ്രാർത്ഥിക്കാൻ നിൽക്കുന്നുണ്ട് കാര്യം എല്ലാ ദിവസവും. അല്ല, ഇത് വെറുതെ സമയം കണ്ടെത്താൻ വേണ്ടി, അല്ല മിനിസിസ്റ്ററുടെ മുഖം യൂട്യൂബിൽ കാണിക്കാൻ വേണ്ടി ഇടുന്നതല്ല ഹലേ വചനം. ഹലേ ഇത് ആമേൻ സ്തോത്രം. ഇത് നമുക്ക് പ്രയോജനമായി വരേണ്ടത് കൊണ്ടാണ്. നമ്മുടെ ജീവിതത്തിൽ കേൾക്കുന്ന വചനം നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോഴും ഈ വചനം ഏറ്റെടുത്ത് വചനം ഉൾക്കൊണ്ട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഭയങ്കര വിടുതലാണ്. ഈ പറയുന്ന വചനം നമ്മൾ കേൾക്കുമ്പോൾ ഞാൻ പറയില്ല, ബൈ സ്പിരിറ്റ് നമുക്കുള്ള വചനത്തെ റിസീവ് ചെയ്യണമെന്ന് വിചാരിച്ച്, എൻ്റെ വചനം ഇന്ന് എന്നോട് ഇടപെടണമെന്ന് വിചാരിച്ച്. അപ്പൊ വിശ്വാസം നമ്മൾ ക്ഷീണിച്ചു പോകുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മൾ വചനം എന്ന മായമില്ലാത്ത പാൽ കുടിക്കാൻ വാഞ്ചിക്കാത്തത് കൊണ്ടാണ്. അതിനോട് താല്പര്യം കാണിക്കാത്തതുകൊണ്ട്. നമ്മൾ എല്ലാ ദിവസവും ആരാധിക്കുന്നുണ്ടോ? ഉണ്ട്. പ്രാർത്ഥിക്കുന്നുണ്ടോ? ഉണ്ട്. ഹല്ലേലൂയ. ആമേൻ. മറ്റ് അന്യഭാഷ പറയുന്നുണ്ട്. പക്ഷേ നമുക്ക് വചന ധ്യാനം ഇല്ലെങ്കിൽ പോയി. വ്യക്തിപരമായി നമുക്ക് വചനധ്യാനം ഉണ്ടായിരിക്കണം. വചനം വായിക്കണം. വചനം കേൾക്കുക മാത്രം പോരാ, വചനം വായിക്കണം. വായിച്ചാൽ മാത്രം പോരാ, വചനം മെഡിറ്റേറ്റ് ചെയ്യണം. നിങ്ങൾക്ക് അതിനൊരു ദാഹം വേണം. അപ്പത്തിനായിട്ടുള്ള ദാഹമല്ല, വെള്ളത്തിനായിട്ടുള്ളതല്ല, എന്തിനു വേണ്ടി? ദൈവത്തിന്റെ വചനത്തിനായിട്ട് നമ്മൾ ദാഹിക്കണം എന്നാണ്. അപ്പൊ ഈ ദാഹം നമുക്ക് പനിയൊക്കെ വരുമ്പോൾ ഫുഡിനോടൊക്കെ ഒരു എന്താ പറയാ, ഒരു ഇഷ്ടക്കുറവ് ഉണ്ടാവും അല്ലേ? കഴിക്കാൻ ഒരു താല്പര്യമില്ലായ്മ വരും. എന്തുകൊണ്ടാണ്? നമ്മുടെ ശരീരത്തിൽ ഒരു രോഗം വന്നതുകൊണ്ടാണ്. നമ്മുടെ ശരീരത്തിന്റെ സിസ്റ്റത്തെ അത് കറപ്റ്റ് ആക്കിയത് കൊണ്ട്, വൈറസ് കയറിയത് നമുക്ക് തോന്നും. അതുപോലെ തന്നെയാണ് നമ്മൾ ആത്മീയരായിരിക്കുന്നവർ നമ്മുടെ ഭക്ഷണം. ദൈവം പറഞ്ഞേക്കുന്നത് നിങ്ങൾ എന്താ പറയാ, ആമേ ഹാലേലൂയ, മനുഷ്യന്റെ എന്താ പറയാ, അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് സകല വചനത്താലും ജീവിക്കും. ഹാല. അപ്പൊ സകല വചനത്താൽ നമുക്ക് ജീവിക്കാൻ കഴിയണം. ഹാലേലൂയ. അപ്പം നമ്മളെ നിലനിർത്തുന്നത്, ഒരു ആത്മീയനെ നിലനിർത്തുന്നത്, ഒരു വിശ്വാസി നിലനിർത്തുന്നത്, അവനെ ഉറപ്പിച്ചു നിർത്തുന്നത് ദൈവത്തിന്റെ വചനത്താൽ. നമുക്ക് ലോകക്കാരെ നോക്കി ഒരു പ്രോബ്ലംസ് വന്നു കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് അതിനകത്ത് ഹല്ലേലൂയ അമ്മ പെട്ടുപോകുന്ന കാണാറുണ്ട്. അല്ലെങ്കിൽ ആടി ഉലഞ്ഞ് അവർ പലപ്പോഴും പല ആൾക്കാരെ ആത്മഹത്യയിലേക്ക് വരുത്തിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവർക്ക് ആ പ്രശ്നത്തെ തരണം ചെയ്യാനുള്ള ബലമില്ലാത്തത് കൊണ്ടാണ്. പക്ഷെ ആത്മീയനെ സംബന്ധിച്ച് അവന്റെ ബലം എന്താ വെച്ചാൽ ദൈവത്തിന്റെ വചനം അവന്റെ ബലം. എന്തൊക്കെ വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നാലും നമ്മളെ അത് തളർത്തിക്കളയാതെ ഹല്ലേലൂയ നമ്മൾ നിൽക്കാനായിട്ട് ഹല്ലേലൂയ ഉറപ്പിച്ചു നിർത്തേണ്ട ദൈവത്തിന്റെ വചനം നമ്മളോട് സംസാരിക്കും. ഹല്ലേലൂയ. ആ വചനം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമ്മുടെ സിറ്റുവേഷൻസിൽ ബുദ്ധിമുട്ടുകളിൽ, പ്രയാസങ്ങളിൽ, പ്രതികൂലങ്ങളിൽ അത് പൊങ്ങി വരും ഇങ്ങനെ. ഹല്ലേലൂയ. അല്ലെങ്കിൽ എന്താ പറ്റുന്നേ? മുങ്ങിപ്പോവും. ഒരു ബോട്ട്, നമ്മൾ പോകുന്ന ഒരു ബോട്ടിലാണ്. നമ്മൾ എപ്പോഴും പറയാണ്ടല്ലേ, നമ്മളൊരു പടകിലാണ് യാത്ര ചെയ്തുകൊണ്ടിരുന്നത്. കർത്താവ് യേശു ക്രിസ്തുവിന്റെ പടകാണ് നമ്മുടെ ജീവിതമെങ്കിൽ ഈ പടക് എപ്പോഴും മുങ്ങിപ്പോകുന്ന എങ്ങനെയാ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ പോകുന്ന വെള്ളത്തിൽ കൂടെ ആയിരിക്കും. ആ വെള്ളത്തിൽ കൂടെ പോകുന്ന സമയത്ത് ആ പടകിനകത്ത് അല്ലെ ബോട്ടിനകത്ത് വെള്ളം കയറിയാൽ അത് മുങ്ങുന്നത്. സെയിം ലൈക്ക് നമ്മൾ എന്താ ലോകത്തിലാണ് ജീവിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ലോകം വന്ന് കയറിയാൽ നമ്മൾ മുങ്ങിപ്പോകും. അപ്പൊ ഈ ലോകം കയറിയാൽ അവിടെയാണ് നമുക്ക് വചനത്തോട് വിരക്തി തോന്നുന്നത്. വചനത്തെ. അപ്പൊ ലോകത്തെയും ലോകത്തിലുള്ള നിങ്ങൾ സ്നേഹിക്കുന്ന ദൈവം പറഞ്ഞു അതുകൊണ്ടാ. ഹല്ലേലൂയ. ഇതെന്തുകൊണ്ടാ ദൈവത്തിന്റെ വചനത്തോട് ഇഷ്ടക്കുറവ് തോന്നുന്നതിന്റെ കാരണം എന്താ? അതിന് സമയമില്ലാത്തതിന്റെ കാരണം എന്താ? കാണാൻ പറ്റുന്നില്ല. നമ്മൾക്ക് ഹല്ലേലൂയ അതിനെ കേൾക്കാനായിട്ട് ഇഷ്ടമില്ലാത്തതിന്റെ കാരണം ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഉള്ളിൽ മറ്റെന്തൊക്കെയോ കയറി കൂടി.
വചനം ഇരിക്കേണ്ടടുത്ത്, വചനം കയറേണ്ടടുത്ത്, വചനത്തിൽ നമ്മൾ ആയിരിക്കേണ്ടടുത്തൊക്കെ മറ്റെന്തൊക്കെയോ കയറുകയാണ് ചെയ്യുന്നത്. ഹാലെ അങ്ങനെ കയറി കഴിഞ്ഞാൽ ഹാലെ നമുക്ക് വചനത്തോട് ഇഷ്ടക്കുറവ് തോന്നും. ആരെങ്കിലും എൻ്റെ ശബ്ദം കേൾക്കുന്നവർക്ക് വചനം കേൾക്കുമ്പോൾ ഉറക്കം വരുന്നു, വചനം കേൾക്കാൻ ഇഷ്ടമില്ല, വചനം വായിക്കാൻ ഇഷ്ടമില്ല, വചനം മെഡിറ്റേറ്റ് ഇഷ്ടമല്ല, അഥവാ ഇനിയിപ്പോൾ മെഡിറ്റേറ്റ് ചെയ്യാനോ വായിച്ചാലൊന്നും മനസ്സിലാകുന്നില്ലെങ്കിൽ നിങ്ങൾ ഹാലെ ദൈവസന്നിധി ഇരിക്കണം. ഇരുന്ന് നിങ്ങളെ തന്നെ ശോധന ചെയ്യണം. നിങ്ങളുള്ള കുറവ് എന്താണെന്ന് കണ്ടെത്തണം. ഹാലെ അത് ദൈവത്തോട് ചോദിച്ച് അതിന്മേൽ നിരപ്പ് പ്രാപിക്കുക തന്നെ വേണം. ചില ആൾക്കാരൊക്കെ എന്നോട് പറയണം, ഞാൻ വായിക്കും സിസ്റ്റർ, പക്ഷെ ഒന്നും മനസ്സിലാകുന്നില്ല. അതിന്റെ കാരണം എന്താ വെച്ചാൽ വചനം ഗ്രഹിക്കാൻ കഴിയാതിരിക്കുക എന്താന്ന് വെച്ചാൽ ദൈവത്തിന്റെ വചനം എന്താ നമ്മുടെ ഹൃദയത്തിലേക്ക് കയറാതെ വണ്ണം അത് കഠിനപ്പെട്ടിരിക്കുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞ കണക്ക് വചനം വിതയ്ക്കുമ്പോൾ നാം ഹൃദയത്തെ ഒരുക്കുന്നതിനെ കുറിച്ച്. അപ്പൊ കഠിനപ്പെട്ട ഹൃദയത്തെ ഒന്ന് ഉടയ്ക്കണം. ഉടച്ച് അതിനെ ഒന്ന് പാകപ്പെടുത്തി ആ വിത്ത് വീണാൽ ആമെ മുളയ്ക്കാൻ. അപ്പൊ കഠിന ഹൃദയം അല്ലെ, ആ പാറ പോലെ നിൽക്കുന്ന ഹൃദയത്തെ ഹാലില്ല ഒരു ഉഴുതു മറിച്ച് ഹാലിൽ എന്താ പറയുക നല്ല നിലമാക്കി മാറ്റണമെന്ന് പറയുന്നുണ്ട്. ഹാല ഹൃദയശുദ്ധി ഉള്ളവ ദൈവത്തെ കാണും. അപ്പൊ ഹൃദയശുദ്ധി വരുത്തണം നമ്മൾ, അല്ലാത്തവർക്ക് അതങ്ങോട്ട് കേറത്തില്ല. ഹൃദയം അപ്പം സ്റ്റെബോൺ ഹാർഡൺ ആയിട്ടൊക്കെ ഇരിക്കുന്ന സ്ഥലത്തൊക്കെ നമുക്ക് കൊണ്ട് വിത്ത് വെച്ചിട്ട് വല്ല പ്രയോജനമുണ്ടോ? അതുപോലെ തന്നെ നമ്മുടെ ഹൃദയത്തിൽ എന്തൊക്കെയാണ് ഇരിക്കുന്നത് വെച്ചാൽ അതിനെല്ലാം ഒന്ന് ഉടച്ചു മറിച്ച് നോക്കിയാലേ ഹൃദയത്തിലേക്ക് വചനം വീഴ്ത്താം. വചനം വീണാൽ മാത്രമേ വചനം കേൾക്കത്തുള്ളൂ അവിടെ. ഹാലലുയ. അപ്പം നമ്മൾ ആമേ ഹാലില്ല, നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ശരി എന്ത് തെറ്റെന്തെന്ന് അറിയണമെങ്കിൽ അത് വചനത്താലേ അറിയാൻ പറ്റത്തുള്ളൂ. ഒരാത്മീയന്റെ ജീവിതത്തെ ഓരോ എന്തുകൊണ്ടാണ് പല ആൾക്കാരും വിശ്വാസത്തിൽ വന്നിട്ട് നിലനിൽക്കാൻ കഴിയാത്തതിന്റെ കാര്യം എന്താ? അവർ വചനത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കാത്തോണ്ടാ, വചനം ഇല്ലാത്തത് കൊണ്ടാ. വചനമെന്ന മായമില്ലാത്ത പാൽ കുടിച്ചാലേ നമുക്ക് വളരാൻ പറ്റത്തുള്ളൂ. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു വാഞ്ച ഉണ്ടാകണം. ആരെങ്കിലും ഫീഡ് ചെയ്ത് കൊച്ചുങ്ങളായിരിക്കുമ്പോൾ കുത്തി കയറ്റി ചിലപ്പോൾ വായിലേക്ക് എന്താ പറയുക ഫീഡിംഗ് ബോട്ടിലൊക്കെ വെച്ച് ഞെക്കി അമക്കി കുത്തി കയറ്റി നമ്മൾ കൊടുക്കും. പക്ഷെ കുറച്ചുകൂടെ കഴിഞ്ഞാൽ അവരെന്താ ചെയ്യണ്ടേ? അവർ തന്നെ പറക്കി തിന്നാൻ തുടങ്ങും അല്ലേ? അത് കഴിയുമ്പോഴത്തേനും അവർ തന്നെ തരാം. അപ്പൊ ഇത് ഓരോ ദിവസം കഴിയുമ്പോൾ വചനം എന്നും ആരെങ്കിലും ഫീഡ് ചെയ്ത് വയലേക്ക് ഒഴിച്ചു കൊടുക്കുമെന്ന് വിചാരിച്ചിരിക്കില്ല, എന്നും കുഞ്ഞായിട്ടിരിക്കില്ലേ. അല്ല ആദ്യമേ വചനം എന്ന മായമില്ലാത്ത പാലെങ്കിൽ അതിൽ തന്നെ അതേ ലേഖനങ്ങളിൽ തന്നെ പറഞ്ഞ് കട്ടിയുള്ള ആഹാരം കൂടെ പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. അപ്പൊ അത് ഓരോ സിറ്റുവേഷൻസ് നമ്മൾ വളരുന്നതനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ ആത്മീയ ജീവിതത്തിൽ വളർച്ച വരുന്നതനുസരിച്ച് വചനം നമ്മൾ ഹല്ലേലൂയ അതുപോലെ കണ്ടെത്തി ഭക്ഷിക്കണം. ഇതെല്ലാം നമ്മുടെ ദൈവത്തിന്റെ വചനത്തിലുള്ളതല്ലേ. നമുക്ക് ആവശ്യമുള്ളത് എന്താണ്? കണ്ടെത്തി ഭക്ഷിക്കണം. ഹല്ലേലൂയ. ഇതൊക്കെ നമ്മൾ ചെയ്യണം. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ വിശ്വാസം, ഉളവായ വിശ്വാസം നിലനിർത്തിക്കൊണ്ട് അത് വർദ്ധിച്ചുകൊണ്ട് പോകണമെങ്കിൽ ഹല്ലേലൂയ അത് നമ്മൾ ആമേ ഹല്ലേലൂയ വചനത്താൽ മാത്രമേ കഴിയത്തുള്ളൂ. വചനം ഹല്ലേലൂയ ആമേ നമ്മുടെ വെളിപ്പാട് പുസ്തകത്തിൽ പോലും യേശു കർത്താവ് പറഞ്ഞ എന്താണെന്നറിയാ? ഒരു സഭയെ കുറിച്ച് ദൂതൻ എഴുതി, ഞാൻ വാതിക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വന്ന് തുറന്ന് ഞാൻ അകത്ത് കയറും. എന്ന് വെച്ചാൽ യേശു ഇപ്പൊ പുറത്താ. പല സഭയുടെയും അവസ്ഥ ഇതാണ്. ആമേഹാലേ. കാരണം വെച്ചാൽ അവിടെ യേശുവിൻ്റെതായിട്ടുള്ളത് യേശു കർത്താവ് പറയാൻ ആഗ്രഹം ദൈവത്തിന്റെ വചനം ഇല്ല അവിടെ. വചനമില്ല അവിടെ. പക്ഷെ പ്രാർത്ഥനയുണ്ട്, ആരാധനയുണ്ട്, എല്ലാ സംഭവങ്ങളും അവിടെ നടക്കുന്നത്. പക്ഷെ യേശു എവിടെയാന്ന് വെച്ചാൽ യേശു പുറത്താ നിൽക്കുന്നത്. അങ്ങനെയാണോ നമ്മുടെയൊക്കെ ജീവിതത്തിൽ? അങ്ങനെയാണോ? അങ്ങനെ ആകരുത്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ആത്മീയ ജീവിതത്തിൽ, വിശ്വാസ ജീവിതത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ഹല്ലേലൂയ. അപ്പൊ ദൈവഭയം നമ്മൾ വരണം. ദൈവത്തെ ഹല്ലേലൂയ നമ്മൾ ഹല്ലേലൂയ ദൈവത്തെ അറിയേണ്ട പോലെ അറിയണമെങ്കിൽ, നമ്മുടെ വിശ്വാസ ജീവിതം വർദ്ധിക്കണമെങ്കിൽ, നമ്മൾ വിശ്വാസം തളർന്നു പോകാതിരിക്കണം. ഇതിലെല്ലാം നമ്മൾ എന്താന്ന് വെച്ചാൽ വചനത്തിന് ഞാൻ എപ്പോഴും വചനത്തിന് നമുക്ക് ഇമ്പോർട്ടൻസ് എന്നുള്ള പറയും. വചനത്തിന് മാത്രമല്ല എല്ലാ കാര്യങ്ങൾക്കും ആരാധന വേണം. ഹല്ലേലൂയ. പ്രാർത്ഥന വേണം, അന്യഭാഷ വേണം, വചനം വേണം. ഇതെല്ലാം ഉണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്നത് ദൈവം നമുക്ക് തന്ന ഒരു വിളക്കുണ്ട്. അത് എല്ലാ കാര്യങ്ങളും ഉണ്ട്. വിളക്കിനകത്ത് തിരി വേണം, എണ്ണ വേണം, തീ വേണം, വിളക്ക് വേണം. ഈ വിളക്ക് എപ്പോഴും ശുദ്ധി ഉള്ളതായിരിക്കണം, അത് നന്നായി കത്തണമെങ്കിൽ. അപ്പൊ ഇതെല്ലാം നന്നായി കൊണ്ടുപോയാൽ മാത്രമേ ആ കർത്താവ് വരുമ്പോഴാ വിളക്ക് കത്തി നിൽക്കത്തുള്ളൂ. അണയാതെ കത്തി നിൽക്കത്തുള്ളൂ. ആമേൻ. ഹല്ലേലൂയ. നമ്മളൊരു യാഗപീഠമാണെങ്കിൽ ഈ യാഗപീഠത്തിൽ കത്തിച്ചു വെച്ചിരിക്കുന്ന തീ കെടാതെ സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. അതെല്ലാ ദിവസം കത്തിച്ച് നിർത്തണ്ട. യാഗപീഠത്തിന്മേൽ അതിരാവിലെ ഹല്ലേലൂയ വിറകടുക്കി കത്തിച്ചു കൊടുത്തു എന്ന് ഹല്ലേലൂയ നമ്മൾ ലേവ്യ പുസ്തകത്തിൽ വായിക്കുന്ന പോലെ തന്നെ ഹല്ലേലൂയ അതുപോലെ നമുക്കൊരു ഉത്തരവാദിത്വം ഉണ്ട്.
നമ്മുടെ ഉള്ളിൽ ദൈവം പകർന്ന ഒരു തീയുണ്ട്. ഹല്ലേലൂയ. ആമേൻ. അതിനെ കത്തിച്ച് തന്നെ നിർത്തണം. ഹല്ലേലൂയ. അത് വെളിച്ചമുള്ളതായിരിക്കണം. 1 യോഹന്നാന്റെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം വായിക്കേ. 1 John chapter 1 verse 3. ഞങ്ങൾ കണ്ടും കേട്ടുമുള്ളത് നിങ്ങൾക്ക് ഞങ്ങളോട് കൂട്ടായ്മ ഉണ്ടാകേണ്ടതിന് നിങ്ങളോടും അറിയിക്കുന്നു. ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവിനോടും അവന്റെ പുത്രനായ യേശുക്രിസ്തുവിനോടുമാകുന്നു. ആമേൻ. അപ്പൊ ഇവിടെ പറയും യോഹന്നാൻ, ഞങ്ങൾ കണ്ടതും കേട്ടതും ഉള്ളത് നിങ്ങൾക്ക് ഞങ്ങളോട് കൂട്ടായ്മയുണ്ട് നിങ്ങളോട് അറിയിക്കുന്നു. ഹല്ലേലൂയ. അപ്പൊ കണ്ടതും കേട്ടതുമല്ല, അത് നമ്മളോട് അറിയിച്ചത്. എന്താ അറിയിക്കുന്നത്? ക്രിസ്തുവിനെ നമ്മൾ ക്രിസ്തുവിനെ നമുക്ക് അറിയിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്? ക്രിസ്തു. അപ്പൊ നമ്മൾ ക്രിസ്തുവിനെ അറിയുന്നവരായി മാറി. അവര് പറഞ്ഞു തന്നപ്പോ അറിഞ്ഞു. എന്തിനായി അറിയുന്നത്? നമുക്ക് കൂട്ടായ്മ ഉണ്ടാകണം. അവർക്ക് കൂട്ടായ്മ ആരോടാ? പിതാവിനോടും അവന്റെ പുത്രനായ യേശു ക്രിസ്തുവിനോടാണ് കൂട്ടായ്മ ഉള്ളത്. അപ്പൊ നമുക്ക് കൂട്ടായ്മ എവിടെ ഉണ്ടാകേണ്ടത്? നമുക്കും പിതാവിനോടും പുത്രനായ യേശു ക്രിസ്തുവിനും കൂട്ടായ്മയുണ്ട്. ഈ കൂട്ടായ്മയുടെ ഓപ്പോസിറ്റ് എന്താ? ഓപ്പോസിറ്റ്? സെൽഫിഷ്, അല്ല ഒറ്റയ്ക്ക്, അല്ലേ? ഇപ്പൊ കൂട്ടായ്മ ആയിരിക്കുമ്പം അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് യേശുക്കത്ത് എപ്പോഴും പറയുന്ന ഒരു വാക്കാണ്, യേശുക്കത്തെ ഭൂമിയിലെ, അപ്പം ഞാൻ സ്വയമേ ഒന്നും ചെയ്യുന്നില്ല, ഞാൻ പിതാവിന്റെ ഇഷ്ടമാണ് ചെയ്യുന്നത്, പിതാവിൽ നിന്ന് കേൾക്കുന്നതാണ് ഞാൻ ചെയ്യുന്നത്, പിതാവ് എന്നോട് പറയുന്നതാണ് ചെയ്യുന്നത്. ഹല്ലേലൂയ. അപ്പൊ പിതാവിന്റെ ഇഷ്ടം ചെയ്യണം, പിതാവിൽ നിന്ന് കേൾക്കണം. പിതാവിനോട് പുത്രന് കൂട്ടായ്മ ഉണ്ടെങ്കിൽ നമ്മളും അതുപോലെ തന്നെ നമുക്ക് കൂട്ടായ്മ ഉണ്ടാകേണ്ട ആരോടാണ്? പിതാവിനോടും അവന്റെ പുത്രനായ യേശു ക്രിസ്തുവിനോടുമാണ് നമുക്ക് കൂട്ടായ്മ ഉണ്ടാകേണ്ടത്. അപ്പൊ കൂട്ടായ്മ ഉണ്ടെങ്കിൽ നമ്മൾ എന്താ? ദൈവത്തിൽ നിന്ന് കേൾക്കും. സോറി. ഓക്കെ. നമ്മള് ഹാലേലിയ ആ കൂട്ടായ്മ നടക്കുവാണെങ്കിൽ നമ്മൾ എന്താ? ഹാലേലിയ. ദൈവം നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു ചിന്തിക്കുന്നത് നമ്മൾ ചിന്തിക്കണം, കർത്താവ് യേശു ക്രിസ്തു കേൾക്കുന്ന നമ്മൾ കേൾക്കണം, കർത്താവ് യേശു ക്രിസ്തു കാണുന്ന നമ്മൾ കാണണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് കൂട്ടായ്മ ഉണ്ട് എന്ന് പറയാൻ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ ഒറ്റയ്ക്ക് നടക്കുന്നവരാണ്. അപ്പൊ അവർക്ക് അവരെന്തിനാ ക്രിസ്തുവിനെ കുറിച്ച് നമ്മളോട് അറിയിച്ചതെന്ന് വെച്ചാൽ അവരുടെ കൂട്ടായ്മ ആരോടായിരുന്നു, അതുപോലെ നമ്മുടെ കൂട്ടായ്മയും ആരോടാണ്. ഞാൻ എപ്പോഴും നമ്മൾ ലോകപരമായി നോക്കിയാൽ പോലും നമ്മുടെ കൂട്ടായ്മ ആരോടാണെന്നുള്ള വലിയ ഇമ്പോർട്ടൻസാ. ഹല്ലേലൂയ. കാരണം നമ്മൾ ദൈവ മക്കളായി മാറിയതിനു ശേഷം നമ്മൾ ലോകത്തിലുള്ളവരാണ്. അധികം കൂട്ടായ്മ, അധികം സംസാരം, നമ്മൾ ആരോടൊക്കെ അധികം കൂട്ടായ്മ ആചരിക്കുന്നു, അല്ലെ നമ്മൾ ആരോടൊക്കെ അധികം നമ്മൾ മിങ്കിളാകുന്നു, അവരുടെ സ്വഭാവമാണ് നമ്മളിലേക്ക് വരുന്നത്. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ ഇപ്പോഴും ലോകത്തിലോട്ട് കടക്കുന്നെങ്കിൽ നമ്മുടെ മോഹം, നമ്മുടെ കണ്ണ്, നമ്മുടെ ശ്രദ്ധ, നമ്മുടെ വാക്ക്, നമ്മുടെ എല്ലാ കൂട്ടായ്മയും ലോകത്തിലാണെങ്കിൽ നമ്മൾ അവരെ പോലെ തന്നെ ആയിരിക്കും. എന്നാൽ ലോകക്കാരോട് മിണ്ടരുതെന്നല്ല പറഞ്ഞത്. പക്ഷെ നമ്മളിൽ ഒരു അടിസ്ഥാനമുണ്ട്, നമ്മൾ അകത്ത് നല്ല വചനമുണ്ട്, നമ്മൾ നല്ല ആത്മീയതയും നല്ല സ്ട്രോങ് ആണെങ്കിൽ നമുക്ക് വലിയ ഒരു ഹാലേലിയ അവരോട് സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ അവരുടെ ഇതിലേക്കല്ല നമ്മൾ അവരെ നമ്മളിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കും. കാരണം അവരെ കുറച്ചും കൂടെ ഹാലേലിയ ആത്മീയരാക്കി മാറ്റാൻ നമ്മുടെ കൂട്ടായ്മ കൊണ്ട് ഉപകാരം ഉണ്ടാകും. ഹല്ലേലൂയ. അല്ലെങ്കിൽ നോക്കിയ കൂട്ടായ്മ ആരോടാന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് തെറ്റിപ്പോകും. അപ്പൊ നമ്മുടെ കൂട്ടായ്മ വളരെ ഇമ്പോർട്ടൻ്റ്. അപ്പൊ നമ്മുടെ കൂട്ടായ്മ പിതാവിനോടും അവന്റെ പുത്രനെ യേശു ക്രിസ്തുവിനോടും ഇവരെ കൂട്ടായ്മ, നമ്മുടെ കൂട്ടായ്മ അങ്ങനെയാണെങ്കിൽ മാത്രം നമ്മൾ പിതാവിൽ നിന്ന് കേൾക്കണം. കൂട്ടായ്മ ഉണ്ടെന്ന് പറയുമ്പോൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട കാര്യം, കൂട്ടായ്മ ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ കർത്താവ് നടത്തുന്ന പോലെയാണ് നമ്മൾ നടക്കുന്നത്, കർത്താവ് ആഗ്രഹിക്കുന്ന പോലെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്, കർത്താവ് ചിന്തിക്കുന്ന പോലെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. നമ്മുടെ ചിന്ത ഹാലേലിയ ഈ ലോകത്തിൻ്റെതാണോ? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ അവിടെ അടുത്ത അതേ 5-ാം വാക്യം 6-ാം വാക്യം ഒന്ന് വായിച്ചേ. അവനോട് കൂട്ടായ്മയുണ്ട് എന്ന് പറയുകയും ഇരുട്ടിൽ നടക്കുകയും ചെയ്താൽ നാം ഭോഷ്ക് പറയുന്നു, സത്യം പ്രവർത്തിക്കുന്നതുമില്ല. മതി. ദൈവം വെളിച്ചമാകുന്നു,
അവന് ഇരുട്ട് ഒട്ടുമില്ല എന്നുള്ളത് ഞങ്ങൾ അവനോട് കേട്ട് നിങ്ങളോട് അറിയിക്കുന്ന ദൂതാകുന്നു. അവനോട് കൂട്ടായ്മയുണ്ട് എന്ന് പറയുകയും ഇരുട്ട് നടക്കുകയും ചെയ്താൽ നാം ഫോഷ്ക്ക് പറയുന്നത് സത്യം പ്രവർത്തിക്കുന്നില്ല. അപ്പൊ നമുക്ക് കൂട്ടായ്മ ആരോടാ? പിതാവിനോടും അവന്റെ പുത്രനെ യേശുക്രിസ്തു. എന്ന് വെച്ചാ നമ്മൾ ഇരുട്ടിലല്ല, നമ്മൾ വെളിച്ചത്തിൽ നടക്കണം. നമ്മൾ അവനോട് കൂടെ കൂട്ടായ്മ ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇരുട്ടിലാണ് നടക്കുന്നതെങ്കിൽ നമ്മൾ ഫോഷ്ക്ക് പറയുന്നവരായി മാറുന്നത്, കള്ളം പറയുന്നവരായി മാറുന്നത് അല്ലെ. അപ്പൊ നമ്മൾ വെളിച്ചമുണ്ടെന്ന് എങ്ങനെയാ മറ്റുള്ളവർക്ക് മനസ്സിലാകേണ്ടുന്നത്? നമ്മൾ വെളിച്ചത്തിൽ നടക്കുന്നു. എങ്ങനെ മനസ്സിലാകും? മറ്റുള്ളവർക്ക് കാണും, നമ്മുടെ നടപ്പ് കാണുമ്പോൾ അവർക്ക് മനസ്സിലാകണം നമ്മൾ വെളിച്ചത്തിലാണ് നടക്കുന്നതെന്ന്. നമ്മുടെ നടപ്പിന് എന്ന് വെച്ചാൽ നമ്മുടെ നടപ്പെന്ന് പറയുമ്പം മറ്റുള്ളവർ കാണുമ്പോൾ അവർക്ക് നമ്മൾ വിശ്വാസികളാണെന്ന്, ദൈവത്തിന്റെ മക്കളാണെന്ന് പറഞ്ഞിട്ടല്ല മനസ്സിലാകേണ്ടത്, നമ്മുടെ നടപ്പിൽ മനസ്സിലാകണം. നമ്മുടെ നടപ്പിലൊക്കെ ഒരു മാറ്റം വരണം. നമ്മൾ പണ്ട് വിശ്വാസി വന്നതിന് മുമ്പ് എന്തായിരുന്നു അത് തന്നെയാണ് ഇന്നുമെങ്കിൽ ആർക്ക് മനസ്സിലാവും നമ്മൾ രക്ഷിക്കപ്പെട്ടത്, സ്നാനപ്പെട്ടെന്ന്? അത് കമ്മലും മാല ഊരിയത് കൊണ്ടല്ല, അവൻ വെള്ളം ഇട്ടത് കൊണ്ടല്ല, നമ്മുടെ സ്വഭാവത്തിൽ വരുന്ന മാറ്റമാണ്, നമ്മുടെ സംസാരത്തിൽ വരുന്ന മാറ്റമാണ്, നമ്മുടെ വാക്കുകളിൽ വരുന്ന മാറ്റമാണ്, നമ്മുടെ പെരുമാറ്റത്തിൽ വരുന്ന മാറ്റമാണ്. നമ്മളെക്കുറിച്ച് നമ്മളല്ല സാക്ഷ്യം പറയേണ്ടുന്നത്, നമ്മളെ കാണുന്നവർ നമ്മളെ കുറിച്ച് സാക്ഷ്യം പറയണം. ഹല്ലേലൂയ. പണ്ടൊക്കെ എന്നെ നേരത്തെ നന്നായി അറിയാവുന്ന ആൾക്കാരൊക്കെ ഈ ഞാൻ വിശ്വാസി വന്നതിന് ശേഷം എപ്പോഴും പറയും, എപ്പോഴും അവരെല്ലാവരും എടുത്തു പറയുന്നൊരു കാര്യമാണ് എൻ്റെ മുൻകോപം. ദേഷ്യത്തെ കുറിച്ച് എൻ്റെ കൂടെ വർക്ക് ചെയ്ത ആൾക്കാരൊക്കെ അവരോടൊക്കെ ചോദിച്ചറിയാം. പഴയ ഞാൻ പറഞ്ഞു പല പ്രാവശ്യം ഞങ്ങളുടെ ഫാക്ടറിയിലെ മാനേജർ ഒരിക്കൽ ഞാൻ പുതിയ കമ്പനി ജോയിൻ ചെയ്തപ്പോൾ അവിടെ ഒരു ഇന്റർവ്യൂവിന് വന്ന്, അപ്പം ഞാൻ അവിടുത്തെ ബോസ് വെറുതെ ചോദിച്ച് എങ്ങനെയാ മിനിയെ കുറിച്ച് എന്താ പറയാനുള്ളത്? അപ്പോൾ പുള്ളിക്കാരൻ ഒരു ഹൈദരാബാദിയാണ്, പുള്ളിയുടെ പേര് ഷെയ്ഖ് മൈനുദ്ദീൻ എന്നാണ് പുള്ളിക്കാരൻ. എൻ്റെ ബോസിനോട് പറഞ്ഞ് ഷീസ് എ ടൈഗർ ലേഡി പറയാ. പുള്ളി എന്നോട് എപ്പോഴും എൻ്റെ ബോസ് പറയായിരുന്നു, പുള്ളിക്കാരനെ പറയുമ്പോ തന്നെ അതിനകത്തുള്ള ആ പേടി എത്രയുണ്ടെന്ന് അറിയാൻ പറ്റുമെന്ന്. അപ്പൊ അതുപോലെ നമ്മുടെ ഒരു സ്വഭാവം അങ്ങനെയായിരുന്നു. സ്വഭാവത്തിൽ ദൈവം ഞാൻ പറയാം, ഇതൊരു ദിവസം കൊണ്ട് മാറിയതൊന്നും അല്ല. ദൈവം എന്നെ ഇങ്ങനെ നല്ലത് ഉടച്ച് പണിഞ്ഞ് ഇങ്ങനെ കൊണ്ടുവന്നതാണ്. കാരണം വെച്ച് കഴിഞ്ഞാല് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ട് കാര്യം, ഞാൻ കോപം മാറാൻ വേണ്ടിയിട്ട് പല പ്രാവശ്യം കോപം എന്ന് പറഞ്ഞൊരു ദുരാത്മാവാണെന്ന് ഒരു പ്രസംഗത്തിൽ ഒരു ദൈവദാസൻ പറഞ്ഞത് കേട്ടപ്പോൾ എന്റെ മനസ്സിൽ ഇത് കയറി. കാരണം എനിക്ക് ഏറ്റവും മുന്നേ നിൽക്കുന്ന കാര്യം എല്ലാ സ്വഭാവങ്ങളും ദുരാത്മാക്കൾ കേട്ടോ. ആരും വിചാരിക്കില്ല നമ്മൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട നമ്മളൊന്നും ഒരു ദുരാത്മാവില്ലെന്ന് വിചാരിക്കില്ല. നമുക്ക് കോപമുണ്ട്, കള്ളം പറയുന്ന സ്വഭാവമുണ്ട്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ ഇപ്പോഴും നമ്മളുണ്ടെങ്കിൽ ഒരു 5-6 നമ്മൾ ഉണ്ടാകുന്ന വിചാരിച്ചോണം കേട്ടോ. ഇപ്പോഴും എല്ലാവരും അങ്ങ് വിശുദ്ധരാന്ന് വിചാരിച്ച് ആരും ഇരിക്കല്. അപ്പൊ ഇത് കേട്ടപ്പോഴത്തേന് ഞാൻ ദൈവമേ ഞാൻ ഉപവസിച്ചു, പ്രാർത്ഥിച്ചു, അത് വീണ്ടും മാറിയിട്ടില്ല എന്ന് മനസ്സിലായി. മൊത്തം മാറിയില്ല, പിന്നെയും വീണ്ടും ഉപവസിച്ചു, പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് ഒരു ദിവസം 3 ദിവസം ഉപവാസ പ്രാർത്ഥന എടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ ബഹ്റിനിലേക്ക് പോവാണ്. എൻ്റെ വിസ ചേഞ്ച് ചെയ്ത സമയം ഞാൻ പറഞ്ഞിട്ടില്ലേ. പോയിട്ട് തിരിച്ചു വന്നപ്പോൾ ഈ 3 രാത്രി 3 പകൽ എന്നെ ഷാർജ എയർപോർട്ടിനുള്ളിൽ ഇട്ടിരുന്ന ഡ്രസ്സോടുകൂടി ദൈവം ഇരുത്തി. അവിടെ ഇരുന്നിട്ട് അന്ന് അവിടെ ഇരുന്നപ്പോൾ എന്നോട് ഇടപെട്ടുകൊണ്ടിരുന്ന വചനമാണ്, എനിക്ക് അവനോട് പ്രീതി വന്ന് ഞാൻ അവനെ തകർക്കാൻ വിട്ടുകൊടുത്ത്. ഇത് എൻ്റെ അവിടെ ഇങ്ങനെ നിരന്തരമായ ദൈവം ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ട് വചനം. നിങ്ങൾ ആലോചിച്ചോണ്ട് ആ ഷാർജ എയർപോർട്ടിൽ വന്നിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും. അതിനകത്ത് നമുക്ക് ശരീരം കുത്തിത്തുളയ്ക്കുന്ന തണുപ്പ് അതുപോലെ AC ഇട്ടേച്ചേക്കുന്നത്. അതിനുള്ളിൽ 3 ദിവസം 3 രാത്രി 3 പകലനകത്ത്. അപ്പൊ എനിക്കറിയാം ഈ സംഭവം എന്താണെന്ന് വെച്ചാല് ദൈവം എന്നെ ഇരുത്തി എന്താ പറയാ, ഉള്ള കീടം മൊത്തം പരീക്ഷിച്ച് പരിപ്പെടുത്ത് ഇറക്കുമോ, നീ ഓപമാറാൻ. അപ്പോഴൊക്കെ ഞാൻ ഓരോരുത്തരെ വിളിക്കുകയും സംസാരിക്കുകയും മറ്റുള്ള ആൾക്കാർ വിസയൊക്കെ വൈകുമ്പം വിളിച്ച് വഴക്കുണ്ടാക്കുകയൊക്കെ ചെയ്യുന്ന കാണുമ്പോൾ ഞാൻ അതിശയത്തോട് നോക്കി, ദൈവമേ ഞാൻ പണ്ട് എന്തായിരുന്നു എന്ന് ചിന്തിച്ചവിടെ നിന്ന്. പലരും ഒത്തിരി പേര് എന്നോട് സംസാരിച്ചവരൊക്കെ വളരെ സാക്ഷിയോ അതിന്റെ ഇപ്പോഴത്തെ സംസാരം എത്ര കൂളായിട്ടാ എത്ര ശാന്തമായിട്ടാ സംസാരിക്കുന്നത്. ഞാൻ പറയാം, ദൈവം തന്നെ ഇരുത്തി അന്ന് ദൈവം തെളിയിച്ചിട്ടായിരിക്കും കാരണം ആ ബ്ലോക്കായിരുന്ന വിസ അല്ലെങ്കിൽ എന്താ പറയാ പ്രോസസ്സിങ്ങിൽ കടന്നത് റിജക്റ്റ് ആകുന്നില്ല, അക്സെപ്റ്റ് ആകും. 24 hours അത് ചെയ്യേണ്ട കാര്യം ഒന്നുകിൽ അക്സെപ്റ്റ് ആണ് അല്ലെങ്കിൽ റിജക്ട് ചെയ്ത്, രണ്ടുമില്ലാതെ ഇത്രയും ദിവസം ഇങ്ങനെ പ്രോസസ്സിങ് കാണിച്ചുകൊണ്ട് തന്നെ എനിക്ക് ചെക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ ചെക്ക് ചെയ്യുമ്പോൾ ഈ പ്രോസസ്സിങ് തന്നെ കാണിച്ചുകൊണ്ടിരിക്കുക, അത് റിജക്റ്റും ആകുന്നില്ല, അക്സെപ്റ്റ് ആകുന്നില്ല. അങ്ങനെ നിൽക്കുമ്പോൾ തന്നെ
വീണ്ടും കൂടെ ഒരു ആപ്ലിക്കേഷൻ കൂടെ അവർ കൊണ്ടിട്ടപ്പോൾ അതിനകത്ത് വിസ അപ്പം തന്നെ 5 മിനിറ്റ് കൊണ്ട് വിസ ഇഷ്യൂ ആയി. അപ്പം ഇവിടുത്തെ അവർ പറഞ്ഞ ചരിത്രമാണ്, യുഎയുടെ ചരിത്രത്തിൽ ഇന്ന് വരെ ഒരു ആപ്ലിക്കേഷൻ റിജക്റ്റ് ആകാതെ മറ്റൊരു ആപ്ലിക്കേഷൻ നമുക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഓൺലൈൻ വഴി ഇത് സബ്മിറ്റ് ചെയ്തപ്പോൾ ഈ വിസ ഇഷ്യൂ ആയപ്പോഴും മറ്റേ ആപ്ലിക്കേഷൻ അപ്പോഴും പ്രോസസ്സിങ് കാണിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇത് ദൈവം തന്നെയാണ് ചെയ്തതെന്നുള്ളത് എനിക്ക് ഉറപ്പായിരുന്നു. ഹല്ലേലൂയ. അപ്പോൾ ഞാൻ ദൈവത്തോട്, ദൈവം കുഴപ്പമൊന്നുമില്ല, എനിക്ക് പ്രശ്നമൊന്നുമില്ല, ഞാൻ ഇന്ന് ഞാൻ നാട്ടിലേക്ക് പോകാൻ വേണ്ടി ഇവിടുന്ന് ടിക്കറ്റ് ഞാൻ കയറി പോകും, പിന്നെ ഞാൻ നാട്ടിലേക്ക് കാല് വെക്കത്തില്ല എന്ന് പറഞ്ഞു. കാരണം ദൈവമാണ് എന്നെ ഇവിടെ നിർത്തിയേക്കുന്നത്, എനിക്ക് നല്ല ഉറപ്പാണ്. അത് ഞാൻ ദൈവമായിട്ട് സംസാരിച്ച് 5 മിനിറ്റുള്ള വിസ ഞാൻ പുറത്തിറങ്ങി വരികയും ചെയ്തു. ഹല്ലേലൂയ. ഇത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മളൊരു കാര്യത്തിന് വേണ്ടി, ഹല്ലേലൂയ, നമ്മളെ ദൈവത്തിന് ആവശ്യമുണ്ടെങ്കിൽ നമ്മളുടെ ആ സ്വഭാവം മാറാതെ ഒരു പടി മുമ്പോട്ട് പോകുന്ന ആരും ചിന്തിക്കണ്ട. നമ്മൾ ഇന്നും എന്തെങ്കിലുമൊക്കെ ദൈവമായിട്ട് എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ചെയ്യണമെങ്കിൽ, ദൈവമായിട്ട് ദൈവത്തെ നിങ്ങൾക്ക് പ്രാപിക്കണം. വിശ്വാസത്തിൽ വരുമ്പോൾ ശരിയാണ്, വരും പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മുടെ ഒരുപാട് കാര്യങ്ങൾ കിട്ടുന്ന ലഭിക്കുന്നതൊക്കെ ശരി. പക്ഷേങ്കിൽ ദൈവത്തിന് ഉപകാരമുള്ള, ദൈവത്തിന് വേണ്ടുന്നവരാണെങ്കിൽ, ദൈവത്തിന് ആവശ്യമുള്ളവരാണെങ്കിൽ, ദൈവം ആഗ്രഹിക്കുന്ന ലെവലിലേക്ക് നമ്മുടെ സ്വഭാവത്തെ ദൈവം ആദ്യം മാറ്റും. അവിടെയാണ് പണി നടക്കുന്നത്. കുശവൻ, ഹല്ലേലൂയ, ഒരു കലം ഉണ്ടാക്കുമ്പം അവന്റെ ഹൃദയത്തിലൊരു ആഗ്രഹമുണ്ട്, ഇത് എന്ത് ഷേപ്പ് വരണമെന്ന്, എന്ത് രീതിയിൽ അത് നിൽക്കണമെന്ന്. അത് വരും വരെ അത് ഉടക്കുകയും പണിയുകയും ചെയ്യുന്ന ഹല്ലേലൂയ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോകും നമ്മൾ. ഹല്ലേലൂയ. പ്രാർത്ഥിക്കാം സിസ്റ്റർ. അപ്പൊ നമ്മളെ ഉടക്കുകയും പണിയുകയും ചെയ്യുന്ന ഹല്ലേലൂയ ഒരു അവസ്ഥയെ കൂടെ നമ്മളെ കൊണ്ട്, അത് ഉടച്ച് പണിഞ്ഞ് ആ ഹൃദയത്തിൽ ആ ഷേപ്പ് എങ്ങനെ അത് വരും വരെ ഉടയ്ക്കും. അതിനകത്ത് ഒരു സംശയം വേണ്ട. ഞാൻ എൻ്റെ ജീവിതത്തിൽ ദൈവം എന്നെ പഠിപ്പിച്ചത്. അതുപോലെ ദൈവത്തിന് ചില നിർബന്ധങ്ങളുണ്ട് നമ്മുടെ ജീവിതത്തിൽ. ഹല്ലേലൂയ. ചില കാര്യങ്ങളിൽ ഇന്നലെ എന്നോട് ദൈവം ഇടപെട്ട കാര്യമാണ്, ഞാനത് നമ്മൾ ദൈവത്തിൽ മാത്രം ആശ്രയിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. പക്ഷെ നമ്മൾ മനുഷ്യന്റെ മുഖത്തേക്ക് നോക്കുന്ന ദൈവത്തിന് ഇഷ്ടമല്ല. മനുഷ്യൻ ആശ്രയം വെക്കുന്ന ദൈവത്തിന് ഇഷ്ടമല്ല. ഇന്നലെ വൈകിട്ട് എന്നോട് ദൈവം, വൈകുന്നേരം തുടങ്ങിയിട്ട് ഹല്ലേലൂയ എന്നോട് ദൈവം ഇടപെട്ടുണ്ട് എന്നൊരു വചനമാണത്. ഹല്ലേലൂയ. ആമേൻ. മനുഷ്യരിൽ ആശ്രയിക്കുന്നത്, ഹല്ലേലൂയ, ആമേൻ, ദൈവത്തിന് ഇഷ്ടമില്ല എന്ന് പറയും. ദൈവം നമ്മുടെ ജീവിതത്തിൽ, ദൈവം തന്നെ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കണമെന്ന് ആഗ്രഹിക്കുക. നമ്മൾ മറ്റുള്ളവർ നമ്മുടെ ജീവിതത്തിൽ വല്ലത് ചെയ്യണമെന്ന് നമ്മൾ ആഗ്രഹിച്ചാൽ ആമേൻ, ദൈവം പ്രവർത്തിക്കത്തില്ല. നമ്മൾ എപ്പം അത് വിറ്റ് കളഞ്ഞിട്ട്, കർത്താവേ എനിക്ക് അതല്ല, നീ തന്നെ മതി, അല്ല നീ തന്നെ പ്രവർത്തിച്ചാൽ മതി എന്ന് പറയണം. നമ്മുടെ ജീവിതത്തിൽ ചിലപ്പം പല സഹായങ്ങൾ, മാനുഷികമായ സഹായങ്ങൾ വരുമ്പം നമ്മൾ അതിലേക്ക് കരം നീട്ടാതെ, എനിക്കിത് വേണ്ട, എനിക്ക് എൻ്റെ ദൈവം എനിക്ക് വേണ്ടി ചെയ്യുമെന്ന് പറയാനുള്ള ധൈര്യം നമ്മൾ കാണിക്കണം. ആ ദൈവത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുന്ന, അല്ല ദൈവത്തിന്റെ ചിലപ്പം നമ്മൾ ഉദ്ദേശിച്ച. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, നമ്മൾ ആരും ചെങ്കടൽ പിളർന്ന ദൈവത്തെ കണ്ടിട്ടില്ല എങ്കിലും, പക്ഷെ ചെങ്കടൽ പിളർന്ന ദൈവത്തിന്റെ കരത്തിലാണ് നമ്മൾ ഇരിക്കുന്ന ഉറപ്പ് നമുക്ക് വേണം. അത് നമുക്കുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിടത്ത് പോലും, ഞാൻ പറയാ, നമ്മൾ നിന്നയായിപ്പം ദൈവം അനുവദിക്കത്തില്ല. പക്ഷെ നമുക്ക് ഉറപ്പുണ്ടാകണം നമ്മൾ ഇരിക്കുന്ന ദൈവത്തിന്റെ കരത്തിലാണ്. അതാണ് നമ്മുടെ വിശ്വാസം. ദൈവം, ഞാൻ നിന്നെ എൻ്റെ ഉള്ളം കരുത്തി വരച്ചിരിക്കുന്നു. ഈ വരച്ചേക്കുന്ന ലൈൻസ് ഒരിക്കലും മായ്ച്ചാൽ, നമ്മൾ കയ്യിലെ രേഖകളൊന്നും ഒരിക്കലും മായ്ച്ചു കളയാൻ പറ്റാത്ത കണക്ക് ദൈവം അതുപോലെ ഉള്ളം കരുത്തി നമ്മളെ വരച്ചു വെച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇരിക്കുന്നത് എവിടെയാണെന്ന് ഞാൻ പല പ്രാവശ്യം എന്നെക്കുറിച്ച് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പലരും വെളിപ്പാട് കണ്ടിട്ടുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന്റെ കരത്തിൽ ഇങ്ങനെ നമ്മളെ നിർത്തിയേക്കുന്നതായിട്ട്. ഈ വെളിപ്പാടൊക്കെ നമുക്ക് വെളിപ്പെട്ട് കിട്ടുമ്പോണ്ടല്ലോ, നമ്മളുടെ ജീവിതത്തിൽ അന്നേരം ഇരിക്കുന്ന സിറ്റുവേഷൻ എന്താണ്, നമുക്ക് അതൊരു വിഷയമല്ല. കാരണം ഒരു ഉറപ്പ്, എൻ്റെ ദൈവം കരത്തിലാണ് നിർത്തിയേക്കുന്നത്. എനിക്ക് ഒത്തിരി വചനം പറയാനുണ്ട്, പക്ഷേ ഞാൻ വചനം ഇവിടെ വെച്ച് ഞാൻ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ ബാക്കി നാളെ പറയാം. കാരണം നമ്മൾ സമയം പോകുന്നു. അപ്പൊ ഇവിടെയൊക്കെ നമ്മളുടെ ജീവിതത്തിൽ ഞാൻ പറഞ്ഞ, പണ്ട് ഞാനിങ്ങനെ വിശ്വാസത്തിൽ വന്ന സമയത്ത് 2016 ഹല്ലേലൂയ, ഞാനിങ്ങനെ ഭയങ്കര ഇങ്ങനെ എന്താ പറയാ, ഒരു എന്താ പറയാ, വലിയൊരു ഫ്ലാറ്റ് നമ്മുടെ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സാർ, ഇവിടുത്തെ പഴയ എമിറേറ്റ്സ് റോഡിന്റെ സൈഡിൽ ആ ഫ്ലാറ്റ്. അവിടെയൊക്കെ അധികം ആൾക്കാർ പെട്ടെന്ന് എത്തത്തില്ല. കാരണം ഇത്രയും ഒഴിഞ്ഞ വലിയൊരു ഹല്ലേലൂയ ലൊക്കേഷൻ, ഒരു ആർട്ടിഫിഷ്യൽ ലേക്കൊക്കെ ചെയ്ത് വലിയ ഉണ്ടാക്കുന്ന ഒരു സ്ഥലം. അതിനകത്ത് ആദ്യമേ കുറെ ബിൽഡിംഗ് മാത്രം ഓപ്പൺ ആയിട്ടുള്ളത്. അതിനകത്ത് ഞാൻ ഒരു 4 ബെഡ്റൂം ഹോൾ, ഒരു ഫ്ലാറ്റ് ഞാൻ ഒറ്റയ്ക്ക്.
വിശ്വാസം വന്ന ഞാൻ ആ ഫ്ലാറ്റിലേക്ക് ചെന്ന് 5 ദിവസം കഴിയുമ്പോൾ ഞാൻ സ്നാനപ്പെടുന്നത്. ഹല്ലേലൂയ. അതിനുശേഷം എന്നെ ദൈവം അവിടെ ഒറ്റയ്ക്കാക്കി ഇരുത്തി. ദൈവം ഞാനും അല്ലാതെ ഒന്നുമില്ല. അപ്പൊ ഞാൻ ഇങ്ങനെ ഒറ്റപ്പെട്ടു. അന്നത്തെ അവസ്ഥയാണ്. നമ്മൾ വിശ്വാസത്തിൽ വന്നിട്ടേ ഉള്ളൂ. നമ്മളെ ഉറപ്പിക്കാനായിട്ട് പറഞ്ഞായിട്ട് ഒന്നുമില്ല. ദൈവം തന്നെ, പരിശുദ്ധാത്മ തന്നെയാണ് എന്നെ അന്ന് ആ സമയത്തേക്ക് നിർത്തിപ്പോയത്. അപ്പൊ ഈ സമയത്ത് ഇങ്ങനെ ഒറ്റപ്പെട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് അറിയാം, സംസാരിക്കാൻ ആരുമില്ല. ഞാൻ ടി വി അവിടെ, നമുക്കവിടെ ഇന്റർനെറ്റ് കണക്ഷന്റെ കേബിൾ വന്നിട്ടില്ലാത്തതുകൊണ്ട്, ഫൈബർ കേബിൾ വന്നിട്ടില്ലാത്തതുകൊണ്ട് മൊബൈൽ നെറ്റ് മാത്രമേ കിട്ടത്തുള്ളൂ. അന്നൊക്കെ മൊബൈൽ നെറ്റൊക്കെ ആകപ്പാട് 5 GB ഒക്കെ ഉണ്ടെങ്കിൽ അതിനകത്ത് അധികം ഒന്നും കയറി നമുക്ക് കാണാം. ടി വി നമ്മുടെ അവിടുത്തെ അവർ വെച്ചിരിക്കുന്ന ഡിഷിൽ നിന്ന് വേണം കണക്ട് ആവുന്നത്. ഞാൻ ടി വിയുടെ സ്വിച്ച് ഓൺ ആക്കിയിട്ട് പോലും അത് എനിക്ക് വേണ്ടെന്ന് പറഞ്ഞ് കണക്ഷൻ എടുത്തില്ല. കാരണം ടി വി ഓൺ ആക്കത്തില്ല, നെറ്റില്ല. നെറ്റ് അത്യാവശ്യം 5 GB ഒക്കെ നമുക്ക് യൂട്യൂബൊക്കെ കയറിയാൽ പെട്ടെന്ന് തപ്പല്ല. അപ്പൊ നെറ്റില്ല. ഹല്ലേലൂയ. മനുഷ്യരില്ല, ഒന്നുമില്ലാതെ. ഹല്ലേലൂയ. അതിനകത്ത് ഏറ്റവും അറ്റത്ത് മാസ്റ്റർ ബെഡ്റൂമിനകത്ത് ഇങ്ങറ്റത്തെ കിച്ചണെങ്കിൽ ഞാൻ ആ റൂമിനകത്ത് കയറി കഥ അടച്ച് അതിനകത്ത് വല്ലതും കഴിക്കണേ മാത്രം ഇപ്പുറത്തോട്ട് വരുന്ന ഒരവസ്ഥ. മിക്കവാറും ഉപവാസം പ്രാർത്ഥന. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഹല്ലേലൂയ നമ്മൾ ഇങ്ങനെ, ഞാൻ ഒരു ദിവസമൊക്കെ ഇങ്ങനെ ചില സമയത്തൊക്കെ നമുക്ക് പാരം വരും, കാരണം അന്ന് ആരോടും സംസാരം ഷെയർ ചെയ്യാൻ അല്ലെങ്കിൽ ഒന്നുമില്ല. അങ്ങനെ ഞാൻ ഇരിക്കുമ്പോഴാണ് ഞാൻ പറയാം അലക്സ് പാസ്റ്റർ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ സിസ്റ്റർ കൊണ്ട് എൻ്റെ വീട്ടിലേക്ക് വന്നു. കടന്നു വന്നപ്പോഴത്തേരും പാസ്റ്റർ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ, എനിക്കൊന്ന് പ്രാർത്ഥിക്കാം. പാസ്റ്റർ കണ്ട വെളിപ്പാട്. പാസ്റ്റർ കുറച്ചുമ്പോൾ ഇത് കരയാൻ തുടങ്ങി, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഞാനോ ദൈവം, ഈ പാസ്റ്റർ കൂടെ കരയുന്നപ്പോൾ എന്റെ വിഷയം. അപ്പൊ പാസ്റ്റർ കരയാൻ എൻ്റെ അടുത്ത്, മിനി സിസ്റ്ററെ വിഷമിക്കണ്ട കേട്ടോ. ഞാൻ പറഞ്ഞു എന്താ പാസ്റ്റർ എന്ന് ചോദിച്ചു. പറഞ്ഞ് ഞാൻ കണ്ട വെളിപ്പാട് ഒരു മരുഭൂമിയാണ് കാണുന്നത്. മരുഭൂമിയുടെ നടുക്ക്, ഒത്ത നടുക്ക് സിസ്റ്റർ ഒറ്റയ്ക്ക് ഇങ്ങനെ ഒറ്റപ്പെട്ട് നിൽക്കുന്നു. അപ്പൊ ഞാൻ ദൈവമേ, ഈ സിസ്റ്റർക്ക് കൂട്ടൻ ആരും ഇല്ലേ, മരുഭൂമിയിൽ ഒരു മനുഷ്യൻ പോലും ഇല്ല, ഒറ്റപ്പെട്ട് നിൽക്കുക. അപ്പൊ ദൈവം നീ മര്യാദയ്ക്ക് സൂക്ഷിച്ച് നോക്കടാന്ന് പറഞ്ഞ് നോക്കിയപ്പോൾ ഞാൻ കാണുന്നത് ഒരു വലിയൊരു കരത്തിനകത്ത് നിർത്തിയേക്കുന്നത് കാണിക്കുന്നുണ്ട്. അപ്പൊ അതിന് വിഷമിക്കേണ്ട, ഇവിടെ ഒറ്റപ്പെട്ട ദൈവത്തിന്റെ കരത്തിൽ. അപ്പൊ ഇത് ഞാൻ പറയും, ഇങ്ങനെ ഒരു ഇത് കേട്ടപ്പം ഈ ഒരു വെളിപ്പാട് എന്നെ ഭയങ്കര സ്ട്രോങ് ആക്കി. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ദൈവം പ്രാർത്ഥിക്കുമ്പോൾ ചില വെളിപ്പാടുകൾ നമുക്ക് തരുന്ന കാര്യം വെച്ചാൽ നമ്മളെ ഭയങ്കരമായിട്ട് സ്ട്രോങ് ആക്കും. അത് ഇപ്പൊ ഒരാളുടെ വിഷയം പ്രാർത്ഥിക്കാം, വിഷയം യഥാർത്ഥമായിട്ട് ഇന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞ് ദൈവം നമുക്ക് വെളിപ്പെടുത്തി നമ്മൾ പറയുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷം. എന്താണെന്ന് വെച്ചാൽ ഈ വിഷയത്തിന് മറുപടി ഒന്നും വന്നില്ല, പക്ഷെ ഒന്ന്, എന്റെ വിഷയം ദൈവം കേട്ടിട്ടുണ്ട്, ദൈവം കണ്ടിട്ടുണ്ട്. ദൈവം കണ്ടിട്ടുണ്ടെങ്കിൽ ഇതിന് വിടുതലുണ്ട്. ഇതാണ് ദൈവം നമ്മളോട് അറിയിക്കുന്ന അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് മറ്റുള്ളവരെ കുറിച്ച് വെളിപ്പെടുത്തുന്ന കാര്യങ്ങൾ ദൈവം നമുക്ക് കൺഫർമേഷൻ പോലെ, ഒരു രോഗമാകട്ടെ, ഒരു ഭാരമാകട്ടെ, ഇത് ദൈവം വെളിപ്പെടുത്തുമ്പം നമ്മൾ ഒരു കാര്യത്തിൽ ഉറക്കണം. ദൈവം വെളിപ്പെടുത്തുക വെച്ചാൽ ദൈവത്തിന്റെ ഹൃദയത്തിൽ രഹസ്യം നമുക്ക് ഈ രഹസ്യം പറയാനായിട്ട് അറിയത്തില്ല. ദൈവം കണ്ട രഹസ്യം നമ്മളോട് അറിയിച്ചിട്ട് നമ്മളീ പറയുന്നെങ്കിൽ അത് ദൈവം കണ്ടു അല്ല ദൈവം കേട്ടു എന്നുള്ള തെളിവാ അല്ലേ. ഇത് കേൾക്കുമ്പോൾ നമുക്ക് ഇപ്പൊ ജോളിയാൻ പറഞ്ഞാക്കി ഇന്നലെ പ്രാർത്ഥിച്ചപ്പോൾ ആ പറഞ്ഞ സ്ഥലത്ത് എല്ലാം എനിക്ക് അസുഖമുണ്ട്, പറഞ്ഞ ഓരോ ഭാഗത്ത് എന്താ ഇതിന്റെ തെളിവ് എന്താ വെച്ചാൽ, ഇത് എനിക്ക് ഇവിടെ ഇരിക്കുന്നത് എനിക്കറിയത്തില്ല. ദൈവം എന്താ പറയുമ്പോൾ ദൈവം അതെല്ലാം കണ്ടു, ഇന്ന സ്ഥലങ്ങളുണ്ടെന്ന് വെച്ചാൽ ദൈവം അതെല്ലാം തൊട്ടിട്ടുണ്ട്, ദൈവം അതെല്ലാം അറിഞ്ഞിട്ടുണ്ട്. ഇതാണ് ദൈവം വെളിപ്പെടുത്തുന്നത്. അപ്പൊ ഇത് വരുമ്പോ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ദൈവം നമ്മളെ കാണുന്ന ദൈവം, നമ്മുടെ ദൈവം നമ്മളെ കേൾക്കുക. അല്ലാതെ നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു ഊമ വിഗ്രഹത്തിന്റെ മുമ്പിൽ പോയി നിന്നിട്ടല്ല, ഒരു കല്ലിനോടോ മണ്ണിനോടോ അല്ല, ജീവനുള്ള ദൈവത്തോടെ നമ്മൾ പ്രാർത്ഥിച്ച കേൾക്കുന്ന ദൈവമാണ്. നമ്മുടെ കണ്ണുനീര് കാണുന്ന ദൈവമാണ്. നമ്മുടെ സങ്കടങ്ങളെ, ആ ഹൃദയത്തിൽ വരുന്ന വേദനകളെ തിരിച്ചറിയുന്ന ഒരു ദൈവമാണ്. ഈ ദൈവത്തോട് നമുക്ക് കൂട്ടായ്മ ഉണ്ടാകണം. ഈ ദൈവത്തോട് കൂട്ടായ്മ ഉണ്ടെങ്കിൽ ആ ദൈവം നമ്മളെ കേൾക്കുന്ന പോലെ തന്നെ നമ്മൾ ദൈവത്തെ കേൾക്കാൻ അറിയണം. നമ്മൾ ദൈവം പറയുന്നത് അനുസരിച്ച് നടക്കാൻ അറിയണം. നമ്മൾ തോന്നുന്ന വഴിയിൽ കൂടെ നടന്നിട്ട് ദൈവമേ എന്നെ വിടുവിക്കണേ എന്ന് പറഞ്ഞ ദൈവം പറയും പോയി പണി നോക്കാൻ പറയും. അത്രേ ഉള്ളൂ. ദൈവം പിന്നെ വിശ്വസ്തനായതുകൊണ്ട്, ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്ക് മാറ്റം വരാത്തത് കൊണ്ട് നമ്മളെ ആപത്തിലേക്ക് നമ്മൾ പോകുന്ന കണ്ട ദൈവം വീണ്ടും നമ്മളെ സഹായിക്കും എന്ന് വിചാരിച്ചത് എപ്പോഴും നമ്മൾ അതൊരു അവസരമാക്കി എടുക്കരുത്. പലപ്പോഴും ആൾക്കാരോട് എത്ര പറഞ്ഞാലും എത്രയൊക്കെ ഉപദേശിച്ചു കൊടുത്താലും അവർ പഠിച്ച വഴിയെ തന്നെ വീണ്ടും പോകുള്ളൂ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് ഞാൻ പറയാൻ ദൈവത്തിൽ നിന്നൊരു വിടുതൽ അവരുടെ ജീവിതത്തിൽ ലഭിക്കണമെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്നിടത്തേക്ക് മടങ്ങി വന്നേ പറ്റത്തുള്ളൂ. നമ്മൾ ദൈവം പലർക്കും പലപ്പോഴും ഞാൻ പറയാം, പലർക്കും വിശ്വാസ ജീവിതത്തിലേക്ക് വരാൻ പ്രയാസമാണ്, സ്നാനപ്പെടാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ വിടുതൽ വേണം. അവരറിയുന്ന ദൈവമുണ്ട്. എന്താ വെച്ചാൽ നമ്മൾ ഇന്ന് പലപ്പോഴും വിശ്വാസ ജീവിതത്തിലേക്ക് വന്ന പലരും ഇവിടെ ഇരിക്കുന്നവരെന്നൊക്കെ ചിലപ്പോൾ ചിലർക്ക് രോഗം മാറിയിട്ടായിരിക്കും, ചിലർക്ക് കടഭാരം മാറി, ചിലർക്ക് മറ്റെന്തെങ്കിലും വിഷയം. പക്ഷെ അവിടെ തന്നെ നിങ്ങൾ ഉറച്ചു നിൽക്കരുത്. നിങ്ങൾക്ക് വന്ന രോഗം മാറി, നിങ്ങൾ രോഗം മാറി യേശുവിനെ മാത്രം അറിഞ്ഞാൽ പോരെ, രോഗം മാറ്റുന്ന യേശുവിനെ അറിഞ്ഞാൽ പോരെ, അത് ജാതികൾക്ക് പറയാം. ഞാൻ പറഞ്ഞ ഇവിടെ ശ്രീരാജ് പറഞ്ഞൊക്കെ കുഞ്ഞുനാൾ അവര് ആ മണ്ണാർശാല ആ അമ്പലത്തിന്റെ ഫാമിലി ആൾക്കാരാ. ആ കുഞ്ഞുനാളിൽ അവർ യേശുവിനെ വിളിച്ചപ്പോൾ ആ കൊച്ചിന്റെ രോഗം മാറി.
പക്ഷേ രോഗം മാറിയ യേശുവിനെ മാത്രം അറിഞ്ഞാൽ പോരാ, അത് എല്ലാവർക്കും അറിയാം. അത്ഭുതം ചെയ്ത യേശുവിനെ കണ്ടാൽ പോരാ നിങ്ങൾ, അത് എല്ലാവർക്കും അറിയാം. നമുക്ക് വ്യക്തിപരമായ യേശുവിനെ അറിയണം. യേശുവിന്റെ ഹൃദയം എന്താണെന്നറിയണം. യേശുവിന് നമ്മളെ കുറിച്ച് ഇഷ്ടം എന്താണെന്നറിയണം. ഇതൊക്കെ അറിയണമെങ്കിൽ നമ്മൾ ദൈവത്തോട് കൂട്ടായ്മ ആചരിക്കണം. നമ്മുടെ കൂട്ടായ്മ ഏതെങ്കിലും സഭയിൽ പോയി കൂട്ടായ്മ ആചരിക്കുന്നത് കൊണ്ട് എല്ലാം തികഞ്ഞെന്ന് ആരും വിചാരിക്കില്ലേ. അത് നമുക്കൊരു സഭയുടെ പ്രൊട്ടക്ഷൻ കാര്യങ്ങളും എല്ലാം വേണ്ടുന്നുണ്ട്. അതൊരു സഭ ആരാധന ഇതൊക്കെ ദൈവം പറഞ്ഞേക്കുന്നത്. പക്ഷെ നമ്മുടെ കൂട്ടായ്മ പിതാവിനോടും അവന്റെ പുത്രനായ യേശു ക്രിസ്തുവിനോട് ഉണ്ടായിരിക്കണം. ഇതില്ലാത്തത് കൊണ്ട് ഇന്ന് പലരും വഴി നടത്തുന്നതാണ്. ഇന്ന് കുറച്ച് ആൾക്കാർ ഞാൻ പറയാം, ദൈവത്തോട് കൂട്ടായ്മയുള്ളതിനെ കുറിച്ച് കുറച്ചുകൂടി വിശദമായി പറയുകയാണെങ്കിൽ ഞാൻ പറയാം, ഇന്ന് നമ്മൾ കാണുന്ന കുറച്ച് ആൾക്കാർ സെലിബ്രിറ്റി ആയിട്ടുള്ള ആൾക്കാരുടെ പറയും ഫാൻ അസോസിയേഷൻ ഒക്കെയാണ്. ഞാൻ എപ്പോഴും പറയും, നമുക്ക് സെലിബ്രിറ്റി ഒരാളേ ഉള്ളൂ. നമ്മളിപ്പോൾ ഫുട്ബോളിന്റെ ടൈമിൽ ക്രിക്കറ്റിന്റെ ഫുട്ബോൾ ടൂർണമെന്റൊക്കെ എല്ലായിടും വലിയ കട്ടൗട്ടും പോസ്റ്ററുകളും വെച്ച ആൾക്കാരെ ആരാധിക്കുകയും ഫാൻ അസോസിയേഷൻ ഉണ്ടാക്കുന്ന കണ്ട്. ഈ ലോകത്തിൽ യോഗ്യനായ ഒരുവനേ ഉള്ളു ഫാൻ അസോസിയേഷൻ ഉണ്ട്, അത് യേശു കർത്താവാ. ഒരു സെലിബ്രിറ്റിയാണ്, അത് യേശു കർത്താവാ. ഹല്ലേലൂയ. പക്ഷെ യേശു കർത്താവ് ഭൂമിയിൽ വന്നിട്ട് നമുക്ക് കാണിച്ചുന്ന മാതൃകകളുണ്ട്. സിമ്പിൾ ആയിരുന്നു യേശു കർത്താവിന്റെ ലൈഫ്. യേശു കർത്താവിന്റെ ലൈഫ് അൺനാച്ചുറൽ ആയിട്ട് ഒന്നും ചെയ്തില്ല. യേശു കർത്താവ് വിശന്നപ്പോൾ വിശക്കുക തന്നെ ചെയ്തു. അവിടെ സൂപ്പർ നാച്ചുറൽ ഒന്നും ദൈവം കാണിച്ചില്ല. യേശു കർത്താവ് ഒരിടത്ത് പോലും യേശു കർത്താവിന് വേണ്ടി അത്ഭുതം ചെയ്യും. പക്ഷെ ഇന്ന് നമ്മൾ കാണുന്ന കേൾക്കുന്ന ഈ സെലിബ്രിറ്റി പാസ്റ്റേഴ്സ് പ്രീച്ചേഴ്സ് പറയുന്ന ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും അവരുടെ സ്വന്തം ആവശ്യം. ഞാൻ കേട്ടിട്ടുണ്ട് ചില പാസ്റ്റേഴ്സ് പറഞ്ഞാൽ, എനിക്ക് പെട്രോൾ പമ്പിൽ ചെന്ന് പെട്രോൾ അടിക്കുന്ന പൈസ ഇല്ല, ഞാൻ പോക്കറ്റിലേക്ക് കൈയിട്ട് അപ്പൊ എനിക്ക് കാശ് വന്നു. എവിടുന്ന ഇത് വരുന്നത്? ഇതെന്താ മാജിക്കോ? യേശു കർത്താവിന്റെ കൂടെ ഉണ്ടെന്ന പത്രോസിനോട് ടാക്സ് അടയ്ക്കാൻ പൈസക്ക് യേശു കർത്താവ് നിന്റെ ജോലി എന്നാന്ന് യേശുവിന് അറിയാം. നീ ചൂണ്ടയിടും, മീൻപിടുത്തക്ക, നീ ഒരു ചൂണ്ടയെടുക്ക്, പോവുക, ചൂണ്ടയിടുക. അവിടെ ഒരു മത്സ്യത്തെ പിടിക്കുക, അതിന്റെ വായിലുണ്ട്. വെറുതെ ഇങ്ങോട്ട് എടുക്ക്, ഒരു സ്വർണ്ണ നാണയം എന്നാ പിടിച്ചു എന്ന് പറഞ്ഞു കൊടുത്തായിരുന്നോ? ഇല്ല. യേശു കർത്താവ് അത്ഭുതം ചെയ്തിട്ടുള്ള എല്ലാം യേശു കർത്താവ് മനസ്സലിഞ്ഞിട്ടാ ചെയ്തേക്കുന്നത്. അതേസമയത്ത് 5 അപ്പം എടുത്ത് വാഴ്ത്തി സ്തോത്രം ചെയ്ത് നുറുക്കി 5000 പുരുഷന്മാരും കൂടെ സ്ത്രീകൾക്കും ഭക്ഷിക്കാൻ കൊടുത്തു. എന്താ ചെയ്തു? ജനത്തിന് വേണ്ടി ദൈവം ചെയ്തു, സ്വന്തം ആവശ്യങ്ങൾക്ക് ഉണ്ടല്ല. അവൻ ചിലപ്പോഴൊക്കെ എൻ്റെ മോളെപ്പോഴും പറയുന്നുണ്ട്, അമ്മയുടെ അസുഖമല്ലേ, അമ്മയും കൽപ്പിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യും. അപ്പൊ ഞാൻ ചിരിക്കത്തുള്ളൂ. കാരണം ശരിയാണ്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പക്ഷെ എനിക്ക് വേണ്ടിയിട്ട് എൻ്റെ മേൽ തന്ന അതോറിറ്റി എനിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാനല്ല ദൈവം തന്നേക്കുന്നത്. ആണോ? ഈ മൺകൂടാരങ്ങൾ എന്തിനാ ദൈവം നമുക്ക് വേണ്ടി അത്യന്ത ശക്തിയെ പകർന്നു തന്നിരിക്കുന്നത്? ഈ ബോധം നമുക്ക് എപ്പോഴും ഉണ്ടാകും. നമുക്ക് വേണ്ടി നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കാം, അപേക്ഷ. പക്ഷേ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ശുശ്രൂഷയ്ക്ക് പൊതുപ്രയോജനത്തിന് നമുക്ക് തന്നിരിക്കുന്ന അതോറിറ്റി നമ്മൾ നമ്മുടെ ആവശ്യം. യേശു കർത്താവിന് എന്താ കല്ലിനോട് അപ്പാൻ പറഞ്ഞ അപ്പാകത്തില്ലായിരുന്നു? ശൂന്യത അപ്പം സൃഷ്ടിക്കാൻ പറ്റത്തില്ലായിരുന്നു? ഇന്ന് പലരും കാണിക്കുന്ന കണക്കൊക്കെ. ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. കർത്താവ് യേശു ക്രിസ്തുവിനെ നമ്മൾ ഫോളോ ചെയ്യുന്നത്, യേശു ക്രിസ്തുവിനെ നമ്മൾ പിൻപറ്റുന്നതെങ്കിൽ യേശു കർത്താവ് എന്തായിരുന്നു അതിനപ്പുറത്തേക്കാകാനായി ശ്രമിക്കരുത്. യേശു കർത്താവ് ചെയ്ത് അധികം നമ്മൾ ചെയ്യുന്ന പറഞ്ഞാൽ എന്തൊക്കെ? യേശു കർത്താവ് ജനത്തിന് വേണ്ടി മറ്റുള്ളവരുടെ കണ്ണുനീര് കണ്ട് മനസ്സലിഞ്ഞ് അവരോട് സ്നേഹം തോന്നി, അവരോട് സങ്കടം തോന്നി, അവരുടെ അവസ്ഥ കണ്ട് ഹല്ലേലൂയ അധ്വാനിക്കുന്നതും ഭാരം ചുമക്കുക എൻ്റെ അടുക്കലേക്ക് വരുമെന്ന് പറഞ്ഞ് വിളിച്ചത്, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് പറഞ്ഞാൽ അവരെ ആശ്വസിപ്പിക്കാനായിട്ട്, അവരെ ബലപ്പെടുത്താനായിട്ട്, അവരുടെ സങ്കടത്തിന് പരിഹാരമായിട്ട് യേശു കർത്താവ് അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തനങ്ങളും ചെയ്തിരുന്നു. അപ്പോസ്തലന്മാരെ നമ്മൾ കണ്ടാൽ അവരും അതങ്ങനെ ചെയ്തിരുന്നു. പത്രോസിനെ കുറിച്ചും പൗലോസിനെ കുറിച്ച് നമ്മൾ പൗലോസ് പട്ടിണി കിടന്നിട്ടുണ്ട്, വിശപ്പ് വന്നിട്ടുണ്ട്, പട്ടിണി വന്നിട്ട്, ഇതെല്ലാം ദാരിദ്ര്യം അനുഭവിച്ചത്. ഇതെല്ലാം അനുഭവിച്ചപ്പോൾ അവിടെ പൗലോസിന്റെ മേലുണ്ടായിരുന്ന റൂമാൽ കൊണ്ട് രോഗം സൗഖ്യമാകാതെ പൗലോസ് പോലും പോകണ്ടായിരുന്നു. അത്രത്തോളം അത്യന്ത ശക്തിയെ ക്യാരി ചെയ്ത മനുഷ്യൻ അവിടെ ഒരിടത്ത് പോലും പുള്ളിക്ക് വേണ്ടി പുള്ളി അത്ഭുതം ചെയ്തിട്ട് കാണുന്നില്ല. ഹല്ലേലൂയ. അപ്പൊ ഇന്ന് നമ്മൾ ഒത്തിരി വചനങ്ങളുണ്ട്. ബാക്കി ഇതിനെ കണ്ടിന്യൂ ചെയ്ത് യോഹന്നാന്റെ ലേഖനത്തിൽ തന്നെയൊക്കെ നമ്മൾ നാളെ സംസാരിച്ചുകൊണ്ട് കണ്ടിന്യൂ ചെയ്യുന്നത്. അതുകൊണ്ട് യോഹന്നാന്റെ ലേഖനം എല്ലാവരും ഒന്ന് വായിച്ചിട്ട് വരാൻ പറ്റുമെങ്കിൽ വായിച്ചിട്ട് വരിക. അപ്പം ഇവിടെയൊക്കെ നമ്മൾ നമ്മുടെ വിശ്വാസം, നമ്മൾ വായിച്ച വചനം അതെ, ഈ വിശ്വാസനായകനും പൂർത്തി വരുത്തുന്ന യേശുവിനെ നോക്കണം. വിശ്വാസത്തിന്റെ നായകൻ, നമുക്കൊരു നായകനേ ഉള്ളൂ. ആ നായകൻ പൂർത്തി വരുത്തുക. നമ്മൾ തുടങ്ങിയവരായിരുന്നു, പക്ഷെ പൂർത്തി വരുത്തുന്നവരായിരിക്കണം. നമുക്ക് ദൈവത്തിന്റെ സ്വഭാവങ്ങൾ, നമുക്ക് വചനം എന്ന മായമില്ലാത്ത പാല് കുടിച്ച് നമ്മൾ വളരത്തുള്ളൂ. അവിടെ നമുക്കൊരു വളർച്ച വരുന്നില്ല എങ്കിൽ നമുക്ക് ഒരു പ്രയോജനമില്ല. നമ്മുടെ വിശ്വാസ ജീവിതം എന്ന് പറയുന്നത് ഓരോ ദിവസം കഴിയുന്തോറും വർദ്ധിച്ചു വരണം. ആ വിശ്വാസം ആരുടെ വിശ്വാസമായിരിക്കും? ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, നമുക്ക് യേശുവിന്റെ
വിശ്വാസം തന്നെ നമ്മൾ യേശുവിനെ പോലെ വിശ്വസിക്കുന്നവരാകല്ലേ, യേശുവിന്റെ വിശ്വാസത്തെ നമ്മളിലേക്ക് വരണം. ഹാലേ, നമ്മുടെ വിശ്വാസ ജീവിതത്തിന് ആമേ ഒരു വളർച്ച നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായി വന്നത്. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് നമ്മൾ പറയാ ദൈവം ഉണ്ട് എന്നും അവൻ പ്രാർത്ഥിക്കുന്നവർക്ക് അവൻ മറുപടി കൊടുക്കുന്നെന്നും നമ്മൾ വിശ്വസിക്കേണ്ടതല്ലേ. എബ്രായ ലേഖനത്തിൽ 11 അധ്യായത്തിൽ വിശ്വാസ വീരന്മാരുടെ പട്ടിക തന്നെ പറയുന്നുണ്ട്. ഹാലെ, അവിടെ ഓരോരുത്തരും എങ്ങനെയുള്ള വിശ്വാസമായിരുന്നു എന്ന് നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ ഹാലെ, അതൊക്കെ നമ്മൾ നാളെ വിശദമായിട്ട് കുറച്ചും കൂടെ ഈ ഭാഗം തന്നെ നമ്മൾ കണ്ടിന്യൂ ചെയ്ത് ചിന്തിക്കും. ഹാലെ, ഈ ദിവസങ്ങളിൽ ഹാലെ നിങ്ങളുടെ വചനത്തിനോട് ആർക്കെങ്കിലും ഹാലെ വെറുപ്പോ അല്ലെങ്കിൽ എന്താ ഉറക്കുമോ, വചനം കേൾക്കുമ്പോൾ ഉറക്കുമോ, അല്ലെ വചനം വായിക്കുമ്പോൾ മനസ്സിലാകുന്നില്ലെന്നോ ഒക്കെ പറയുന്നെങ്കിൽ നിങ്ങൾ ഇതൊന്ന് ശോധനയാണ്. നിങ്ങൾ എന്തോ വൈറസ് കയറി കറപ്റ്റഡ് ആയിരിക്കുന്ന അവസ്ഥ തന്നെയാണ് നിങ്ങൾ. അതെന്താന്ന് നിങ്ങൾ തന്നെ കണ്ടെത്തണം. ദൈവസന്നിധിയിൽ ഇരിക്കണം, പ്രാർത്ഥിക്കണം. അതിനെ മാറ്റിയിട്ട് ഹാലലിയ ദൈവത്തിന്റെ വചനം ഹാലലിയ വായിക്കാനും അതിൽ നിന്ന് റെവലേഷൻ മെഡിറ്റേറ്റ് ചെയ്യാനും നിങ്ങൾ അല്ലെങ്കിൽ വചനമാണ് നിങ്ങൾ ഉറപ്പിക്കുന്ന നമ്മുടെ അവസ്ഥകളെല്ലാം വിടുതൽ തരുന്ന വചനം, നമ്മളെ ശുദ്ധിയൊക്കെ ചെയ്യുന്ന വചനമാണ്, നമ്മൾ രൂപാന്തരപ്പെടുത്തുന്ന വചനമാണ്. ഇതെല്ലാം നമ്മൾ നടന്നെങ്കിൽ മാത്രം ഓരോ ദിവസം കഴിയുന്നത് നമ്മൾ വിശ്വാസം വർദ്ധിച്ചു വരത്തുള്ളൂ. ഈ വചന ദൈവം നിങ്ങൾ എല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. സ്തോത്രം. ഗോഡ് ബ്ലസ് യു.